വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, പ്പെട്ട വെള്ളിയാഴ്ചയുടെ നല്ല നാമത്തിനായി സ്തോത്രം കർത്താവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തുതികളിൽ മേൽ അധിവസിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സ്തുതി ആരാധനകൾ അങ്ങേക്ക് സൗരഭ്യവാസനയുള്ള ആരാധനയായി തീരണമേ. ഇന്നത്തെ രാത്രികാലത്തെ മീറ്റിങ്ങിനെ അങ്ങയുടെ കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ചേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാട്ട് പാടുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, ആരാധന ലീഡ് ചെയ്യുന്നവരെ, സങ്കീർത്തനം വായിക്കുന്നവരെ, പ്രസംഗം മെസ്സേജ് പറയുന്ന എല്ലാം ദൈവനാമത്തിന്റെ മഹത്വമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. സ്തോത്ര യഹോവയായി യാഹി ശാശ്വതമായ ഒരു പാറയുള്ളതിന് ആ പാറയിൽ എന്നേക്കും ആശ്രയിപ്പാൻ സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്കാൻ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും ദൈവമാകയാല് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ കർത്താവേ അപ്പച്ച കൂടി വരവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു മീറ്റിംഗായി തീരണമേ. കയറാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം കുടുംബമായപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൂരത്തും ചാരത്തുമായി കർത്താവേ ശബ്ദപരിധിക്കുള്ളിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി കാലം 2 3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലോടെ മധ്യത്തിൽ ഞാൻ ഉണ്ടേ എന്നരുളി ചെയ്ത കർത്താവേ. പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്വാഗതം ചെയ്യുക കർത്താവേ. ആദ്യോടന്തം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം, സകലവും ചന്തോചിതമായി ചെയ്യുവാൻ സഹായിക്കണം, സാഹചര്യം എല്ലാവർക്കും അനുകൂലമാക്കണം, പ്രകൃതി അനുകൂലമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമ്പൂർണമായി ഞങ്ങളെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കഴുകി ണമേ, ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം സ്തോത്രം. സകലതും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പാട്ട് പാടിക്കോമേ. നമ്മളമ്മ ലീഡ് ചെയ്തോണേ. മോനിഷയെ കണ്ടില്ല. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നെ താങ്ങി നടത്തിയതാ എൻ ജീവിത പാരങ്ങളാ എൻ ജീവിത പൊൻകരം എന്നെ നടത്തിടുന്നതാ എൻ ജീവിത പാരങ്ങളാ കേളണമോ എൻ ജീവിത പാരങ്ങളാ കേളണമോ എൻ വേദന മാറിടും എൻ രോഗങ്ങൾ നീങ്ങിടുമേ എൻ വേദന മാറിടുമേ എൻ രോഗങ്ങൾ നീങ്ങിടുമേ ചാരിടുമ്പോൾ ഞാനെന്തോ ഭാഗ്യവാനാ അങ്ങേ മാറിടുമ്പോൾ ഞാനെന്തോ ഭാഗ്യവാനായി പൊൻകരം എന്നെ താങ്ങി നടത്തിടുന്നതാ എൻ ജീവിത പാരങ്ങളാ കേളണമോ എൻ ജീവിത പാരങ്ങളാ കേളണമോ ജീവിതാസാഗരൻ പാരങ്ങളാ എന്തോണിവോ ജീവിതാസാഗരൻ പാരങ്ങളാ എന്തോണിവോ അമരക്കാരനായി സാന്നിധ്യം എന്നെന്നും മതിയെനിക്ക്
അമരക്കാരനായ സാന്നിധ്യം എന്നെന്നും മതിയേ പൊങ്കരം എന്നെ താങ്ങി നടത്തിടുന്നതാൽ എൻ ജീവിത പാരങ്ങളാ കേളണമോ ഇത് ഉറ്റവർ കയ്യിലും സ്നേഹിതർമാരിടും തച്ചമ്മയോ തള്ളിടുമേ ഉറ്റവർ കയ്യിലും സ്നേഹിതർമാരിടും തച്ചമ്മയും തള്ളിടുമേ മാറ്റമില്ല വിശ്വസനേ നിന്റേതല്ലോ എന്നും ഞാൻ മാറ്റമില്ല വിശ്വസനേ നിന്റേതല്ലോ എന്നും ഞാൻ നിൻപുൻകരം എന്നെ താങ്ങി നടത്തിടുന്നതാ എൻ ജീവിത പാരങ്ങളാ കേളണമോ എൻ ജീവിത പാരങ്ങളാ കേളണമോ എത്തിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരോളോ വഞ്ചിരിയിൽ എത്തിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരോളോ വഞ്ചിരിയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ എത്തിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരോളോ വഞ്ചിരിയിൽ ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാപാര തൂങ്ങുന്നില്ല ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാപാര തൂങ്ങുന്നില്ല യഹോവയെ പാലകന്താ ഇല്ലെനിക്കോ ഖേദമൊട്ടും യഹോവയെ പാലകന്താ ഇല്ലെനിക്കോ ഖേദമൊട്ടും എത്തിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരോളോ വഞ്ചിരിയിൽ എത്തിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരോളോ വഞ്ചിരിയിൽ ശത്രു മാത്രതോരോ കാത്തിടുന്നു ശത്രു മാത്രതോരോ കാത്തിടുന്നു സ്ഥിതിയിൽ പാതകളിൽ നിത്യവും ഉദിത്തിടുന്നു പാതകളിൽ നിത്യവും എത്തിടുന്നു എത്തിടും ഞാൻ തുണയാരോളോ മന്ദിരിൽ എത്തിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരോളോ മന്ദിരിൽ ചോവയേറോ
ശ്രീരാമാനിൽ നേടുന്നു യോവായേറുന്നു ശ്രീരാമാനിൽ നേടുന്നു ചോവിതാവോ എൻ മുന്നിൽ ഞാൻ കണ്ടിടുന്നു ചോവിതാവോ എൻ മുന്നിൽ ഞാൻ കണ്ടിടുന്നു നിത്യത്തിലും ഞാൻ തുണയായുള്ളോ മന്ദിരിടും ഞാൻ എന്റെ കണ്ടു തുണയായുള്ളോ വാനസേന ഗാനം വാടി വാണിടും സ്വർഗത്തിയോ വാനസേന ഗാനം വാടി വാണിടും സ്വർഗത്തിയോ ജാനിച്ചിട നേരമെന്റെ മാനസമോ തേടുന്നു ധ്യാനിച്ചിടും നേരമെന്റെ മാനസമോ തേടുന്നു തേടും ഞാൻ എന്റെ കണ്ണും തുണയാരോ സങ്കീരിടും ഞാൻ എന്റെ കണ്ണും തുണയാരോ സങ്കീരിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ തേടും ഞാൻ ഭാഗ്യദേശേ ഹല്ലേലൂയ ഹല്ലേലൂയ തേടും ഞാൻ ഭാഗ്യദേശേ ഹല്ലേലൂയ പാടി സർവ കാലവും ഞാൻ പാടിടുവാൻ ഹല്ലേലൂയ ഗാനം പാടി പാടിടും ഞാൻ ഭാഗ്യദേശേ ഹല്ലേലൂയ പാടി സർവ കാലവും ഞാൻ പാടിടുവാൻ ഹല്ലേലൂയ പാടി സർവ കാലവും ഞാൻ പാടിടുവാനാമേ തേടും ഞാൻ എന്റെ കണ്ണിൽ തുണയാരോളോ തേടും ഞാൻ എന്റെ കണ്ണിൽ തുണയാരോളോ അഞ്ചിരി എൻ സഹായം വാനം ഭൂമി അവിലം വാഴോ യഹോവയിൽ എൻ സഹായം വാനം ഭൂമി അവിലം വാഴും യഹോവയിൽ തേടും ഞാൻ എന്റെ കണ്ണിൽ തുണയാരോളോ വന്ദിരീളമേൻ അലഞ്ചാക്കി ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രം പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ പ്രിയപ്പെട്ട മാംശയെ കർത്താവ് അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവ് മാതാവിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും സങ്കീർത്തന വായനയ്ക്കുള്ള സമയമാണ്. ഞാൻ തന്നെ വായിക്കാം. സങ്കീർത്തനം 18-ാം അധ്യായം 16-ാം വാക്യം മുതൽ. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എനിക്ക് ബലമേറിയനായിരുന്നു. എന്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു. എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. എന്നിൽ പ്രസാദിച്ചിരുന്നതുകൊണ്ട് എന്നെ വിടുവിച്ചു. യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി.
എന്റെ കൈകളുടെ വെടിപ്പിനത്തവണ്ണം എനിക്ക് പകരം തന്നു. ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു, എന്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. അവന്റെ വിധികളൊക്കെയും എന്റെ മുൻപിലുണ്ട്. അവന്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടു നടന്നിട്ടുമില്ല. ഞാൻ അവന്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നു. അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. യഹോവ എന്റെ നീതി പ്രകാരവും അവന്റെ കാഴ്ചയിൽ എന്റെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരവും എനിക്ക് പകരം നൽകി. ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ചു നടക്കുന്നവരെ നീ താഴ്ത്തും. നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞുചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവത്തിന്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. യഹോവയല്ലാതെ ദൈവമാരുള്ളൂ, നമ്മുടെ ദൈവം ഒഴികെ പാറയാരുള്ളൂ. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എന്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. അവൻ എന്റെ കാലുകളെ മാൻപേടക്കാലിന് തുല്യമാക്കി എന്റെ ഗതികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. അവൻ എന്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു. എന്റെ ഭുജങ്ങൾ താമ്രചാപം കുലയ്ക്കുന്നു. നിന്റെ രക്ഷ എന്നെ പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലം കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഞാൻ കാലടി വയ്ക്കേണ്ടതിന് നീ വിശാലത വരുത്തി. എന്റെ നരിയാണികൾ വഴുതിപ്പോയതുമില്ല. ഞാൻ എന്റെ ശത്രുക്കളെ പിന്തുടർന്നു പിടിച്ചു, അവരെ മുടിക്കുവോളം ഞാൻ പിന്തിരിഞ്ഞില്ല. അവർക്ക് എഴുന്നേറ്റുകൂടാത്തവണ്ണം ഞാൻ അവരെ തകർത്തു. അവർ എന്റെ കാൽ കീഴിൽ വീണിരിക്കുന്നു. യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു. എന്നോട് എതിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. എന്നെ പകയ്ക്കുന്നവരെ ഞാൻ സംഹരിക്കേണ്ടതിന് നീ എന്റെ ശത്രുക്കളെ എനിക്ക് പുറംകാട്ടുമാറാക്കി. അവർ നിലവിളിച്ചു, രക്ഷിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. യഹോവയോട് നിലവിളിച്ചു, അവന് ഉത്തരമരുളിയതുമില്ല. ഞാൻ അവരെ കാറ്റത്തെ പൊടി പോലെ പൊടിച്ചു, വീഥികളിലെ ചെളിയെ പോലെ ഞാൻ അവരെ കോരിക്കളഞ്ഞു. ജലത്തിന്റെ കലഹങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. ജാതികൾക്ക് എന്നെ തലവനാക്കി തീരിക്കുന്നു. ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു. അവർ കേൾക്കുമ്പോൾ തന്നെ എന്നെ അനുസരിക്കും. അന്യജാതിക്കാർ എന്നോട് അനുസരണ ഭാവം കാണിക്കും. അന്യജാതിക്കാർ ക്ഷയിച്ചു പോകുന്നു. തങ്ങളുടെ ദുഃഖങ്ങളിൽ നിന്ന് അവർ വിറച്ചു കൊണ്ടുവരുന്നു. യഹോവ ജീവിക്കുന്നു, എന്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എന്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജാതികളെ എനിക്ക് കീഴടക്കുകയും ചെയ്യുന്നു. അവൻ ശത്രുവശത്ത് നിന്ന് എന്നെ വിടുവിക്കുന്നു. എന്നോട് എതിർക്കുന്നവർക്ക് മീതെ നീ എന്നെ ഉയർത്തുന്നു. സാഹസക്കാരന്റെ കയ്യിൽ നിന്ന് നീ എന്നെ വിടുവിക്കുന്നു. അതുകൊണ്ട് യഹോവേ, ഞാൻ ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും. നാമത്തെ ഞാൻ കീർത്തിക്കും. അവൻ തന്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു. തന്റെ അഭിഷിക്തൻ ദയ കാണിക്കുന്നു. ദാവീദിനും അവന്റെ സന്തതിക്കും എന്നേക്കും തന്നെ. ആമീൻ. ആമേൻ ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിച്ചു കേൾപ്പാൻ നമ്മളമ്മേ ദൈവം സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്നലെ നമ്മൾ ഇതിന്റെ 18 വാക്യം വരെ നമ്മൾ പറഞ്ഞായിരുന്നു. എനിക്ക് വലിയ പ്രാഗൽഭ്യമൊന്നും ഇല്ല, എങ്കിൽ പോലും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. സദേ ക്ഷമിക്കുക. 18-ാം സങ്കീർത്തനത്തിന്റെ ആദ്യം നമ്മൾ ഇന്നലെ കേട്ടത്, എന്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാണ് ദാവീദ് കർത്താവിനെ സ്നേഹിക്കുന്നതെന്ന് അതിന്റെ താഴെ 8 തരം കാര്യങ്ങളിൽ കൂടെ നമ്മൾ ദാവീദ് തന്നെ പറയുന്നത്. എൻ്റെ 7 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് പറയുന്ന, എൻ്റെ ശൈലം, എൻ്റെ കോട്ട, എൻ്റെ രക്ഷകൻ, എൻ്റെ ദൈവം, എന്നെ ശരണമാക്കുന്ന എൻ്റെ പാറ, എൻ്റെ പരിച, എൻ്റെ രക്ഷയായ കൊമ്പ്, എൻ്റെ ഗോപുരം. അതിന്റെ പിന്നിങ്ങോട്ട് പറയുന്നത് 21 മുതലാണെങ്കിൽ ദാവീദിന്റെ ഒരു സാക്ഷ്യമാണ്. ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു, എൻ്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. അവന്റെ വിധികളൊക്കെ എൻ്റെ മുമ്പിലുണ്ട്. അവന്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടു നടന്നിട്ടുമില്ല. ദാവീദ് 21, 22, 23 ഞാൻ അവന്റെ നിഷ്കളങ്കനായിരുന്നു, അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. ദാവീദിന്റെ ഏറ്റവും ഒരു വലിയ സാക്ഷ്യമാണ് പറയുന്നത്. കർത്താവിന്റെ വഴികളെ ദാവീദ് പ്രമാണിച്ചു, ദൈവത്തോട് ദ്രോഹം ചെയ്തില്ല. ദൈവത്തിന്റെ വിധികളൊക്കെ എൻ്റെ മുൻപിലുണ്ട്, അവന്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടുമാറിയിട്ടില്ല. ഇതെല്ലാം ദാവീദ് പ്രമാണിക്കുന്നത് പ്രാഗൽഭ്യത്തോടെ ദാവീദ് ദൈവത്തോട് പറയാണ്. ഞാൻ ഒരു സാക്ഷ്യം
പറയുന്ന ഇത്രയും കാര്യങ്ങൾ അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. ഒരിക്കൽ ദാവീദ് തെറ്റ് ചെയ്തെങ്കിൽ പോലും ദാവീദ് പറയുന്നത് ഞാൻ അകൃത്യം ചെയ്യാതെ ഞാൻ ചെയ്ത തെറ്റിനെ ഞാൻ ഏറ്റുപറഞ്ഞെന്നാല് പിന്നുള്ള കാലം മുഴുവനും ഞാൻ ഒരു കൃത്യതയല്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തേയില്ല എന്ന് തന്നെ സാക്ഷ്യം, ദൈവസന്നിധി സാക്ഷ്യം പറയും. പിന്നെ പറയും ദൈവത്തിന്റെ അനുഗ്രഹം 24 മുതൽ പറയുന്നത് എന്തുവാ? യഹോവ എന്റെ നീതി പ്രകാരവും അവന്റെ കാഴ്ചയിൽ എന്റെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരവും എനിക്ക് പകരം നൽകി. അപ്പം നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നീതിയോടെയാണോ നിൽക്കുന്നതെന്ന് ഇന്ന് രാത്രി നമ്മൾ തന്നെ ശോധന ചെയ്യണം. പിന്നെ കർത്താവ് നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ കൈകളിൽ എത്രമാത്രം വെടിപ്പുണ്ട് എന്ന്, ആ വെടിപ്പിനനുസരിച്ചാണ് അവരവർക്ക് പകരം കിട്ടുന്നത്. അപ്പം ദൈവസന്നിധി നമ്മൾ വന്നിരിക്കുമ്പോൾ നമ്മൾ നിഷ്കളങ്കനാണോ, നേരുള്ളവനാണോ, അതുപോലെ കർത്താവിന്റെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ കരങ്ങളില് കളങ്കമുണ്ടോ, നമ്മുടെ വായിൽ നീതിയുണ്ടോ, ഇതെല്ലാം നമ്മൾ ഇന്ന് രാത്രികാലം തന്നെ ശോധന എന്നിട്ട് പറയാണ് ദയാലുവോട് നീ ദയാലുവാണ്. അപ്പൊ കർത്താവിന്റെ പ്രത്യേകത എന്തുവാ? ദയാലുവോട് ദയ കാണിക്കുന്നവരോട് ദൈവം ദയാണ്, നിഷ്കളങ്കതയുള്ളവരോട് നിഷ്കളങ്കനാണ്, നിർമ്മലനോട് ദൈവം നിർമ്മലതയാകും, എന്നാല് വക്രനോട് നീ വക്രത കാണിക്കും. അപ്പം രണ്ടു തരം വ്യക്തികളെ പറയുന്നെങ്കിലും ഈ വക്രതയോട് ദൈവം വക്രത തന്നെ കാണിക്കും. അത് എത്ര ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ അവരുടെ മുൻപിൽ എല്ലാം ഉണ്ടെന്ന് പറയും, പക്ഷേ ദൈവം അവരോട് വക്രത തന്നെയാ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. പിന്നെ പറയുന്നു 28-ാം വാക്യം, നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അപ്പൊ ദാവീദ് ചെറുപ്രായത്തിൽ തന്നെയാണ് ഗോലിയാത്തിന്റെ മുൻപിൽ ചെന്ന് നിൽക്കുന്നത്. സഹോദരന്മാരും ശൗലും എല്ലാം അവന്റെ ചെറിയ ശരീരത്തിന്റെ ഘടന നോക്കി വിലയിരുത്തിയപ്പോൾ ദൈവത്തിന്റെ, അതായത് ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അപ്പൊ ഇത് പ്രതികൂലമാകുന്ന മതിലുകളെ ചാടിക്കടക്കത്തക്ക ഒരു അഭിഷേകം ദാവീദിന്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് മല്ലനായ ഗോലിയാത്തിനെ എത്രയോ ആൾക്കാർ 40 ദിവസം നിന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ഫറവോന്റെ ശക്തി പോലൊരു ശക്തിയായിരുന്നു ഗോലിയാത്ത്. എന്നാല് ആ ഗോലിയാത്തിനെ കവണയിൽ 5 കല്ലും കവണയുമായിട്ട് ദാവീദ് നേർക്ക് നേരെയാ ചെന്ന്. ദാവീദിന്റെ പല അവസരങ്ങൾ നമുക്കറിയാം. സിംഹത്തിന്റെ നേരെ ചെന്ന് അതിനെ വലിച്ചു കീറിയതറിയാം, കരടിയെ പിടിച്ചതറിയാം, ശത്രുക്കളുടെ മുൻപാകെ നിന്ന് യുദ്ധം ചെയ്തൊക്കെ ദാവീദ് എന്റെ ദൈവത്താലാണ്. ദൈവത്തിന്റെ ബലം ദാവീദിന്റെ മേലുള്ളത് കൊണ്ട് ശത്രു ഒരിക്കലും ദാവീദിനെ ജയിപ്പാൻ അനുവദിച്ചില്ല. ഗോലിയാത്തിന്റെ മുൻപിൽ ഒരു കല്ല് മാത്രമേ എടുത്തുള്ളൂ. 5 കല്ല്, മിനുസമുള്ള 5 കല്ലും കൊണ്ട് പോയെങ്കിലും ഒറ്റക്കല്ലേ വിശ്വാസത്തോട് ഒരു കല്ല് മാത്രമേ എടുത്തുള്ളൂ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ. അവന്റെ ആ ഒരു ഉറച്ച വിശ്വാസവും ഉറച്ച നിലപാടും പ്രാർത്ഥനയും ഇതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ കല്ല് മാത്രം എടുത്ത് ആ കവിണയെ വെച്ച് വീശിയപ്പോൾ നെറ്റിക്ക് തന്നെ കൊള്ളുകയും കമന്നടിച്ച് വീഴാനിടയായി തീർന്നു. അപ്പം ഒരു ശത്രു നമ്മുടെയൊക്കെ മുൻപിൽ നേർക്ക് നേരെ വന്നാലും നമ്മോട് കൂടെ ഉള്ളവൻ, ലോകത്തെ ജയിച്ചവൻ, ആ ദൈവത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ ഒരു ദുഷ്ടന് നമ്മുടെ മുൻപിൽ നേരെ നിൽക്കുകയില്ല. നമ്മുടെ മുൻപിൽ തന്നെ അത് മറിഞ്ഞു വീഴുവാനിടയാകും. ഇന്ന് രാത്രി നമ്മൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ബലം നമ്മിലുണ്ടോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ ആരെ? ഇന്ന് രാത്രി കാലം ആ ചോദ്യത്തോട് നമ്മളൊന്ന് പ്രതികരിച്ച് നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്കണം. എന്റെ ജീവിതത്തിൽ ഞാനും ദൈവവുമായിട്ട് എന്ത് ബന്ധമാണ്? പാറയാണോ, കോട്ടയാണോ, ശൈലമാണോ, ശരണമാണോ, ഞാൻ ആശ്രയിക്കുന്ന ദൈവമാണ് എന്താണെന്ന് ഇന്ന് രാത്രി കാലം നമ്മൾ ചിന്തിക്കണം. പിന്നെ ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത തികവുള്ളതാണ്, അതിന് ഒരു ഊനവും പറയാൻ നമുക്കില്ല. അതുപോലെ യഹോവയുടെ വചനം എന്ന് പറയുന്നതും ഊതിക്കഴിച്ചതാ. സദൃശവാക്യങ്ങളിലൊക്കെ ബൈബിള് പറയുന്നുണ്ട് യഹോവയുടെ വചനമെന്ന് തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമേറിയ വചനമാ. ആ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയമാണ്. അതുപോലെ തന്നെ യഹോവയുടെ വചനം തീയാണ്, തീ പോലെയും തീങ്കൽ പാറയെ തകർക്കുന്ന ഒരു ചുറ്റികയുമാണ്. അപ്പൊ അത് അവരവരുടെ ജീവിതത്തിൽ ദൈവവുമായും ദൈവവചനവുമായിട്ടുള്ള ബന്ധം അനുസരിച്ച് ഏത് പ്രതിസന്ധികളിലും ഈ ദൈവത്തിന്റെ വചനത്തിന് വിടിവിപ്പാൻ കഴിയും, തകർന്നവനെ പണിയുവാൻ കഴിയും. അതുപോലെ തകർന്നിരിക്കുന്നവർക്ക് അവിടുന്ന് ആശ്വാസം കൊടുക്കുന്ന, അവരുടെ മുറിവുകളെ കെട്ടുന്ന ദൈവമാ. ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുന്നതാ, അത് കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നതാ, ചെകിടർക്ക് ചെവി കേൾപ്പിക്കുന്നത്,
അവരോടെ വിശ്വാസവും അവരോരെ തന്നെ ദൈവവചനവുമായിട്ട് ഒരു യോജിപ്പിച്ച് ദൈവവചനത്തെ ദിനംതോറും ആഹാരമായിട്ട് ദൈവവചനം പ്രമാണിക്കുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ, ദൈവവചനത്തിൽ ആശ്രയം വയ്ക്കുന്ന ഭക്തന്റെ ജീവിതത്തിൽ ഏത് വഴികളിലായാലും യഹോവയുടെ വചനം ഊതിക്കഴിച്ചതാണ്. അത് ആശ്രയിക്കുന്നവർക്ക് പരിചയമായി നിൽക്കും. അതുപോലെ അത് വഴിയാണ്, സത്യമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പൊ ഈ വചനം അത്രമാത്രം പവർഫുള്ളാണ്. ഓരോ ദിവസവും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുന്നതിന് മുൻപ് ദാവീദ് ദൈവത്തോടുള്ള അഭയാചന കഴിക്കുന്നതിന് മുമ്പ് ഈ വചനം, ദൈവവചനമാവുന്ന ഈ മന്ന ദിനംതോറും ഭക്ഷിച്ചത് കൊണ്ടാണ് അവന് പറയാൻ കഴിയുന്നത്, എൻ്റെ ബലമായ യഹോവേ. അപ്പം ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനാണ്. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട് എന്ന് രാത്രികാലം നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ വചനം ഒത്തിരി അർത്ഥവത്തായ വചനങ്ങളാണ്. അതുപോലെ ഇതിൻ്റെ നിന്റെ രക്ഷ പരിചയം എനിക്ക് തന്നിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ആ രക്ഷ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് രക്ഷ സൗജന്യമായി ദാനം ചെയ്ത ഈ വചനം അനുസരിച്ച് അത് പ്രമാണിക്കുമ്പോൾ, അതുപോലെ നമ്മുടെ ഹൃദയം കൊണ്ട് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വായ കൊണ്ട് ഏറ്റുപറയുമ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കുവാൻ കഴിയാം. ആ രക്ഷ പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ രക്ഷ സൗജന്യമായി ലഭിക്കാൻ കഴിയത്തുള്ളത്. ദൈവത്തെ ഹൃദയം കൊണ്ട് ആ വചനം ഏറ്റെടുക്കണം, വിശ്വസിക്കുകയും വേണം, അത് വായുകൊണ്ട് ഏറ്റുപറയുകയും വേണം. പിന്നെ കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം നമ്മൾ പ്രമാണിക്കേണ്ടത് ആവശ്യമാണ്. ആ സ്നാനം കഴിക്കുമ്പോൾ കർത്താവിൻ്റെ മരണ പുനരുത്ഥാനത്തോട് നമ്മൾ ഏകീഭവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അത് വലിയ നന്മയായി മാറും. എൻ്റെ സൗമ്യത നിന്നെ വലിയവനാക്കിയിരിക്കുന്നു. കർത്താവ് നമുക്ക് എത്ര അനുഗ്രഹിക്കപ്പെട്ട മാതൃകകൾ കാണിച്ചേക്കുന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി തൻ്റെ സൗമ്യതയെ അവിടുന്ന് വെളിപ്പെടുത്തി കൊടുത്തു. അതുപോലെ കർത്താവ് നമ്മുടെ മുൻപിൽ ഒരു മാതൃക വെച്ചിട്ടുണ്ട്. ആ മാതൃകകളെ ഓരോ ദിവസവും നമ്മൾ പിന്തുടരണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഈ വചനം നമ്മൾക്ക് നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. ഈ വചനം നമ്മൾ വായിക്കണം, വചനം ധ്യാനിക്കണം. വചനം അനുസരിച്ച് ജീവിക്കുന്ന ഭക്തന്റെ ജീവിതത്തിൽ മാത്രമേ ദാവീദ് പറഞ്ഞതുപോലെ സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും അവൻ എൻ്റെ പാറയാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, എൻ്റെ സർവ്വമാണെന്ന് പറയുവാൻ തക്കവണ്ണം രാത്രികാലം ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അമ്മാളമ്മ കണ്ടിന്യൂ. മോനിഷ കണ്ടിന്യൂ ചെയ്യട്ടെ. മോനിക്കൊച്ചേ പ്രാർത്ഥന തുടങ്ങിക്കോ, മധ്യസ്ഥ പ്രാർത്ഥന. ഹല്ലേലൂയ. രക്തം ജയൻ, രക്തം ജയൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അടിയങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർമ്മേൽ പ്രയർ ഗ്രൂപ്പിനെ പൊനുവാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഗ്രൂപ്പിലേക്ക് കർത്താവെ അവിടുന്ന് എഴുന്നള്ളി വന്നിരിക്കുന്നല്ലോ അപ്പച്ച. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അഡ്മിനായി പ്രവർത്തിക്കുന്ന സഹോദരി ഗ്രേസ്യ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുടുംബത്തെ പോലെ കാത്തു പരിപാലിക്കുന്ന നിന്റെ വൻ കൃപയ്ക്കായി കോടാനുകോടി സ്തോത്രം, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, കുടുംബനാഥനെ സമർപ്പിക്കുന്നു, അമ്മച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് ദാനമായി കൊടുത്ത 2 കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവർക്ക് കൂട്ടിച്ചേർത്ത് കൊടുത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, അവർക്ക് കൊടുത്തിരിക്കുന്ന കുഞ്ഞുമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് കർത്താവെ സമൃദ്ധിയോടെ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അവയെ അമ്മളാന്റിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവെ നിന്റെ മകളായിരിക്കുന്നിടത്ത് കർത്താവെ ബലത്തോടെയും കൃപയോടെയും കർത്താവ് ഇത്രത്തോളം കാത്തു പരിപാലിച്ചല്ലോ അപ്പച്ച. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, അങ്ങേ സ്തുതിക്കുവാനും വാഴ്ത്തുവാനും ഒക്കെയും നിന്റെ മകളെ ഒരുക്കിയിരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്ര. കുടുംബത്തെ പൂർണ്ണമായും പൊനുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സന്ധ്യ മനോജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ.
ആ കുടുംബത്തോട് കൂടെ ഇരിക്കണമേ കർത്താവെ. സഹോദരിക്കും സഹോദരനും കൊടുത്തിരിക്കുന്ന വലിയ അവിടുത്തെ കൃപയ്ക്കായി കോടാനും കോടി സ്തോത്ര. കുടുംബത്തെ പൊന്നുപാദത്തിൽ സമർപ്പിക്കുന്നു. കുടുംബത്തോട് കൂടെ ഇരുന്ന് കർത്താവെ വൻ കാര്യങ്ങളെ ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കുഞ്ഞുങ്ങളൊക്കെയും ആയിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ ഹാലലുയ സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. സിജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ മകനോട് കൂടെ ഇരിക്കണമേ കർത്താവെ. ഇത്രത്തോളം കർത്താവ് കൊടുക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. കുഞ്ഞുമക്കളെ കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ മകനായിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ നല്ല ജോലിയും കർത്താവെ, ഒപ്പം കർത്താവെ കുഞ്ഞിന് തക്ക സമയത്ത് ഒരു വിവാഹം ഒക്കെ നടക്കുവാൻ തക്കണം എന്റെ ദൈവം കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലുയ ഹാലലുയ ഹാലലുയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പെണ്ണമ്മച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ മകളോട് കൂടെ കർത്താവെ ചേർന്ന് ഇത്രത്തോളം ഇരിക്കുന്ന നന്മയ്ക്കായി കോടാനും കോടിക്കോ സ്തോത്രം കർത്താവെ. അങ്ങേ പാടുവാനും കർത്താവെ സ്തുതിക്കുവാനും ഒക്കെയും ദൈവം കൊടുത്ത കൃപയ്ക്കായി കോടാനും കോടി സ്തോത്രം. കൂടെ ഇരിക്കുന്ന കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ. ബിന്ദുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ. കുടുംബത്തോട് കൂടെ ഇരിക്കണേ കർത്താവെ. കുടുംബത്തെല്ലാവരും നല്ല മാനസാന്തരത്തോട് ദൈവസന്നിധിയിൽ ഇരിക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന. ഹാലലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ശൈലജയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിന്റെ മകളോട് കൂടെ ഇരിക്കണേ. ആ കുടുംബത്തെ പൊന്നുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ ഹാലലൂയ. സറമ സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ കൃപയ കുടുംബത്തോട് കൂടെ ഇരിക്കുമാറാകണമേ. കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ എല്ലാ ആവശ്യങ്ങളുടെയും മേലെ എന്റെ കർത്താവെ അവിടുന്ന് കൃപയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സന്തോഷ് ബ്രദറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മകനായിരിക്കുന്നിടത്ത് കർത്താവെ, നീ ഇത്രത്തോളം കൊടുത്ത കൃപയ്ക്കായി നന്ദി കർത്താവെ. കഴിഞ്ഞ ദിവസം ആഴ്ചകളിലൊക്കെയും കർത്താവെ അല്പ സുഖമില്ലാതെങ്കിലും ആയെങ്കിലും എന്റെ ദൈവം കൃപ ചെയ്ത് കർത്താവെ നിന്റെ മകനോട് കൂടെ ഇരുന്ന് കരുണ ചെയ്തതിനായി നന്ദി കർത്താവെ. കൊടുത്ത സൗഖ്യത്തിനായി കോടാനും കോടി സ്തോത്രം. മോളി സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ മകളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ അനുഗ്രഹിക്കണമേ. അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. അവർ കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒക്കെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ കുഞ്ഞുങ്ങളൊക്കെയും മടങ്ങി വരുവാൻ തക്കവണ്ണം എന്റെ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ബലത്തിൽ കർത്താവ് ഇത്രത്തോളം കഴിയുവാനുള്ള കൃപ കൊടുത്തതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് ബിന്ദുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കുടുംബത്തെ പൊന്നുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ ഹാലലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഷിജു സുനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ. സ്തോത്രം. കർത്താവെ നിന്റെ മകനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൃപയും കരുണയും അവിടുന്ന് നിറഞ്ഞു കർത്താവെ അവരോട് കൂടെ ഇരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഷേർലി സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആ കുടുംബത്തെ പൊന്നുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവിടുന്ന് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ കർത്താവെ, അവിടുന്ന് കൊടുത്ത മരുമക്കളെയും കർത്താവെ പേരക്കുഞ്ഞിനെയും ഒക്കെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ മകളായിരിക്കുന്നിടത്ത് ഇത്രത്തോളം എന്റെ ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്നല്ലോ കർത്താവെ. ഇനിയും മടങ്ങി വരുവാനൊക്കെയും ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ കർത്താവെ. യാത്രയിലൊക്കെയും പൊന്നുപോലെ കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, ഒരു കഷ്ടവും പ്രയാസവും ഇല്ലാതെ നിന്റെ മകളെ കർത്താവെ ഭവനത്തിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കുന്നതിനായി നന്ദി. അതിനായി കോടാനും കോടി സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജെനിഫറെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ജെഫ്രിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഹാലലുയ ഹാലലുയ ഹാലലുയ. സ്തോത്രം. നിന്റെ മകനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തിരുകൃപ കൂടെ ഇരിക്കുമാറാകണമേ. ഹാലലുയ. സ്തോത്രം സ്തോത്രം. നിന്റെ മകൻ കർത്താവെ ഗ്രൂപ്പിൽ കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും വചനങ്ങളൊക്കെ പറയുവാനും ഒക്കെ ഈ ദൈവം കൊടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കുടുംബത്തെ പൊന്നുപാദത്തിൽ സമർപ്പിക്കുന്ന കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഞ്ജുഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കർത്താവിന്റെ കൃപയാൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലിസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവസ്നേഹത്തിൽ വളരുവാൻ തക്കവണ്ണം ദൈവം കൊടുത്ത കൃപയ്ക്കായി കോടാനും കൂടി സ്തോത്രം സ്തോത്രം കർത്താവെ.
സുധിൻ ബ്രദറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ആ കുടുംബത്തോട് കൂടെ ഇരിക്കണമേ. കുടുംബത്തിന് കൊടുത്ത നന്മയ്ക്കായി കോടാനും കോടി സ്തോത്രം. പ്രണിത സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ, നിന്റെ മകളോട് കൂടെ ഇരിക്കണമേ കർത്താവെ. കുടുംബത്ത് കർത്താവ് കൊടുത്ത അനുഗ്രഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന എല്ലാ ആവശ്യങ്ങളും കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. സഹോദരനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശാരീരികമായ എല്ലാ പ്രശ്നത്തിന്റെ മേലെ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. ഗ്രൂപ്പിൽ കടന്നു വന്ന ആശയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ മകളോട് കൂടെ ഇരിക്കുമാറാകണമേ. ആ കുടുംബത്തോട് കൂടെ ഇരിക്കണമേ കർത്താവെ. തക്ക സമയത്ത് കർത്താവെ നല്ല വിവാഹം ഒക്കെയും ലഭിക്കുവാൻ തക്കോണം എന്റെ ദൈവം കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന കർത്താവെ, സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇന്ന് വരേക്കും ഒരു ദിവസമെങ്കിലും കടന്നു വന്നിട്ടുള്ള എല്ലാ കുടുംബത്തെയും ഫാമിലിയെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. വീണ്ടും കർത്താവെ, അനേകം പേര് കർത്താവെ ഇതിൽ വന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം കൃപ ചെയ്യുമാറാകണമേ കർത്താവെ. ഇതൊരു വലിയ ഗ്രൂപ്പായി കർത്താവെ ഞങ്ങളുടെ അതിരുകളെ വിസ്തീർണമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവെ. ഞങ്ങൾക്ക് വന്ന് വചനമൊക്കെയും തന്ന് എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പാസ്റ്റർമാരെ, സിസ്റ്റർമാരെ, കർത്താവെ, സഹോദരങ്ങളെ ഒക്കെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിൽ അവരൊക്കെയും വന്ന് ഞങ്ങൾക്ക് ദൈവവചനം വിതയ്ക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം അവരെ തിരഞ്ഞെടുത്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവെ, നിന്റെ കൃപയിൽ ഞങ്ങൾ നിലനിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും വഴി നടത്തുന്നതിനായി നന്ദി കർത്താവെ. അരുണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. മോളി സിസ്റ്ററിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ നിന്റെ മകളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുശീല സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തോട് കൂടെ ഇരിക്കണമേ. രശ്മിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൂസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, അടിയനെയും കർത്താവെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ, തിരുകൃപ കൂടെ ഇരിക്കുമാറാകണമേ. അറിവും ജ്ഞാനവും വിവേകവും അടിയങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുറകുറ്റങ്ങളെ ഓർക്കരുതേ അപ്പച്ച ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധ രക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിൻ രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എല്ലാ വിഷയത്തിന്മേൽ എന്റെ കർത്താവ് ജയം എടുത്തിരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ പിതാവേ, ആമേൻ. മോനിഷ ലീഡ് ചെയ്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇത്രത്തോളം സമയം ഗ്രൂപ്പിനെ വഹിച്ചുകൊണ്ട് ഇതിൽ കയറിയ എല്ലാ കുടുംബങ്ങളെയും വഹിച്ചുകൊണ്ട് മോനിഷ പ്രാർത്ഥിച്ചു. കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുമാറാകട്ടെ. ഇനിയും നമുക്ക് നമ്മുടെ കൊച്ചു കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റെല്ലാ വിഷയങ്ങളെയും ഓർത്ത് ഗ്രേസി പ്രാർത്ഥിച്ചാൽ. ജെഫിൻ ബ്രദറെ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. രക്തം ജയൻ, രക്തം ജയൻ, രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കർമ്മേ പ്രയർ ഗ്രൂപ്പിലെ സകല കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വെള്ളിയാഴ്ചയുടെ രാത്രിയുടെ യാമത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും കർത്താവെ, ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ടവരെല്ലായിരുന്ന ഇടങ്ങളിൽ സാഹചര്യങ്ങളൊക്കെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച വൻകൃപയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. എത്ര നന്ദി പറയണം, എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അപ്പൊ ആ നന്ദി നടത്തിയതല്ല അതൊന്നും പറയുവാനില്ല കർത്താവേ. ഈ രാത്രികാല നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരമാപ്പന്റെ പ്രാകാരത്തിൽ കഴിക്കുന്ന ഒരു നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാകയാൽ നന്ദിയോടെ സ്തോത്രം 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 കർത്താവേ. ഞങ്ങളെ തന്നെ അപ്പന്റെ കരളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ കർത്താവേ. ഭൂമി രണ്ടുപേർ ഐകമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും പിതാവ് പുത്രന് മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു
പറഞ്ഞ കർത്താവേ അപ്പച്ച ഞങ്ങളുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിലുള്ള എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പാ യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ച് യഹോവ ശ്രദ്ധ വെച്ച് കേട്ട് ഞങ്ങൾക്ക് മറുപടി തന്ന് മാനിക്കാൻ പോകുന്ന വിശ്വസ്തതയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്ക് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവേ, അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ലല്ലോ കർത്താവേ. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ പട്ടണങ്ങളെ അങ്ങയുടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. വടക്കേ ഇന്ത്യയിൽ കഷ്ടതയിൽ കൂടി കടന്ന് സുവിശേഷ വേലയിൽ എല്ലാ ദൈവദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പച്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അക്രമങ്ങൾ കർത്താവേ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പച്ച അനേക കുടുംബങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ കർത്താവെ അനാഥരായി മാറിയപ്പോൾ സ്വർഗമേ അവിടുത്തെ കർത്താവെ നീതി വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പ ഒരു മനുഷ്യനും അപ്പ തീവ്രവാദിയായി ജനിക്കുന്നില്ലല്ലോ കർത്താവെ. അപ്പച്ച അവർ കേട്ട് പഠിച്ചതും കർത്താവെ അവർ അനുസരിക്കുന്നൊക്കെയും കർത്താവെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നൊക്കെ അവർ പ്രാവർത്തികമാക്കുമ്പോൾ കർത്താവെ സ്വന്തം പ്രാണനെ നഷ്ടപ്പെടുത്തുന്ന കർത്താവെ അവിടുന്ന് കണക്ക് ക്ഷമിക്കണമേ കർത്താവെ. അപ്പച്ച യേശുപ്പ ലോകമെമ്പാടും തീവ്രവാദ സംഘടനകള് അപ്പച്ച അനേക നിരപരാധികളെ കൊന്നുമുടിക്കുമ്പോൾ കർത്താവെ അപ്പ അവരോട് മനസ്സലിയണമേ. ഈ വചനമെടുത്ത് കർത്താവിന് നാമമഹത്വമാക്കി തീർക്കുവാൻ രാവേ അപ്പച്ച തോക്കെടുക്കുന്ന കരങ്ങളില് അപ്പ ദൈവദാസന്മാർക്ക് നേരെ വിരൽ ചൂണ്ടുന്ന കരങ്ങളൊക്കെ കർത്താവെ പാപത്തെ വെറുത്തു പാപിയെ സ്നേഹിച്ച കർത്താവെ അപ്പ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ സൃഷ്ടിയാണല്ലോ, പഴയത് കഴിഞ്ഞു പോയല്ലോ അപ്പച്ചാന്റെ കർത്താവേ. ഈ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി കർത്താവേ 33.5 തിരുവയസ്സിലെ തങ്കച്ചുവര അവസാനത്തുള്ളി രക്തം വരെയും മാനവകാശിയുടെ പാപത്തിന് വേണ്ടി അവിടുന്ന് കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞല്ലോ കർത്താവേ. ആ രക്തത്തിന്റെ വില അപ്പച്ച ഓരോ പ്രിയപ്പെട്ടവരും ഒന്ന് മനസ്സിലാക്കുവാൻ കർത്താവേ അവരുടെ കാതിലൊന്ന് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയമാകുന്ന കവാടം ഒന്ന് തുറക്കണമേ. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഞങ്ങളുടെ വചനമാണല്ലോ അപ്പച്ച. എന്റെ കർത്താവേ ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്ത് സമാധാനം ഉണ്ടാകണം. ഞങ്ങളുടെ ഭരണാധികാരികളെ എല്ലാം ഏൽപ്പിക്കുന്നപ്പ ദൈവദാസന്മാരിൽ കൂടെ കർത്താവേ രാജ്യത്തോടുള്ള അനവധി പ്രവചനങ്ങൾ കേട്ട് കിടക്കുമ്പോൾ അപ്പൊ ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. നീതിയോടെ ന്യായത്തോടെ ഭരിക്കുവാൻ അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സുവിശേഷ വേല സ്ഥലങ്ങളെ ഏൽപ്പിക്കുന്നു. ജയിൽ മിനിസ്ട്രി, ഹോസ്പിറ്റൽ മിനിസ്ട്രി, പരസ്യയോഗങ്ങൾ, ട്രൈബൽ മിനിസ്ട്രി കർത്താവെ, മറ്റ് കൺവെൻഷനുകള് ഉപവാസ പ്രാർത്ഥനകളെ എല്ലാം ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. ദേശത്തിന് വേണ്ടി അവിടെയായി ഒരു കൂട്ടം ജനങ്ങളിരുന്ന് കണ്ണുനീരോടും ഉപവാസത്തോടും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അപ്പാ വിലാപത്തോട് ഹൃദയങ്ങളെ തന്നെ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി മുറിച്ച് കർത്താവെ ദൈവസന്നിധിയിൽ ഇരുന്ന് നിലവിളിക്കുവാൻ കർത്താവിന്റെ ജനത്തിന് പാപത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ അവരെല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കപ്പ. ഞങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിലെത്താതെ വണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ദേശത്തിന് മഹത്താവേ സമാധാനത്തെ അയക്കണമേ. നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന നിന്റെ ജനം തങ്ങളെ താഴ്ത്തി പ്രാർത്ഥിച്ചിട്ട് അന്വേഷിക്കുമ്പോ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടവരുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി തരാമെന്ന് അങ്ങയുടെ വചനം കർത്താവേ. അപ്പ ഞങ്ങളുടെ ഇന്ത്യയെ കേരളത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ യുവാക്കന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ തലമുറകളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരുടെ സമാധാനം വലുതുമായി തീരണം കർത്താവേ. അപ്പച്ചാ ദൈവഹിതമല്ലാത്ത വഴികളിൽ സഞ്ചരിപ്പാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ എന്റെ സ്വർഗത്തിലെ അപ്പാ അങ്ങയുടെ വചനത്തിന്റെ ശക്തി കുഞ്ഞുങ്ങളുടെ മേൽ പകരണം. ജ്ഞാനവും വിവേകവും പരിജ്ഞാനം കൊണ്ട് കുഞ്ഞുങ്ങളെ നിറയ്ക്കുമാറാകണം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുക. എന്റെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവിന്റെ ഭക്തി വളരുവാനിടയാക്കണമേ. ഈ നാളുകളിൽ അവധിക്കാലങ്ങളെ കർത്താവേ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരാപത്തും അനർത്ഥം ഉണ്ടാകാതെ വണ്ണം സൂക്ഷിക്കണമേ കർത്താവേ. അപ്പൊ വടക്കേ ഇന്ത്യയിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവേ ഓരോ ദേശത്തിന്റെ ഉണർവിന്
വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ, അവരുടെ സഭയെ, അവരുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പച്ച കരുണ തോന്നണം, കരുണയോണം യൗവനത്തിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞ് ജീവിക്കുവാനിടയാക്കണം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. തക്ക സമയത്ത് ഇനിയും താമസിക്കല്ലേ അപ്പച്ച. ദർശനത്തിന് അവധി വച്ചിട്ടുണ്ടല്ലോ, സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നല്ലോ. ആണ്ടുകൾ കഴിയും മുൻപേ അങ്ങയുടെ പ്രവൃത്തിയെ അവിടുന്ന് വെളിപ്പെടുത്തി തന്നേ മതിയാകത്തുള്ളൂ കർത്താവേ. നിന്റെ നീതി പ്രകാരം, ഞങ്ങളുടെ കൈകളുടെ വെടിപ്പിൻ പ്രകാരം നീ ഞങ്ങൾക്ക് പകരം നൽകുന്ന ദൈവമാകയാൽ കർത്താവേ, ഞങ്ങളുടെ കൈകളെ കുറ്റമില്ലായ്മയെ കഴുകുക ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കാലുകളെ പാപത്തിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമേ കർത്താവേ. ദൈവഹിതമല്ലാത്ത വഴികളിൽ സഞ്ചരിപ്പാൻ ഒരു കുഞ്ഞുങ്ങളെ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന അനേക കുഞ്ഞുങ്ങൾ തകർന്നു കിടക്കുന്ന തകർന്നവരെ പണിയുന്ന ദൈവമാകയാൽ സ്തോത്രം. മനം തകർന്നവരെ, അവരുടെ മുറിവുകളെ കെട്ടുവാന്, എത്തന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാന് എന്റെ കർത്താവ് ലോകത്തിൽ വന്നു എങ്കിൽ അപ്പച്ച അനേക യുവതി യുവാക്കന്മാർ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കട്ടെ. ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി ചോദിക്കുമെന്ന ശബ്ദത്തിന്റെ മുമ്പില് ഡെഡിക്കേറ്റഡ് ആയി കുഞ്ഞുങ്ങളെ എഴുന്നേൽക്കുവാൻ ഇടയാക്കണമേ കർത്താവേ. ഓരോ രാജ്യങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പച്ച ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ലഭിച്ചിട്ട് സമാധാനത്തോടെ ജോലി ചെയ്യാൻ കഴിയാതെ വണ്ണം കർത്താവേ, കുടുംബ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു കർത്താവേ. അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ അങ്ങ് നിയന്ത്രിച്ചു കൊള്ളുമാറാണമേ കർത്താവേ. ആരാലും നിയന്ത്രിക്കുവാൻ കഴിയാതെ വണ്ണം ലംഘ്യോൻ ബാധിച്ച കർത്താവേ, കല്ലറകളിൽ പാർത്തവരെ വിടിയിപ്പാന് അങ്ങേക്ക് ഇഷ്ടം തോന്നിയെങ്കിൽ കർത്താവേ, ഞങ്ങൾ വചനത്തിൽ വിശ്വസിക്കുക കർത്താവേ. അങ്ങയുടെ വചനം തീയാണ് കർത്താവേ. അങ്ങയുടെ വചനം ജീവിപ്പിക്കുന്നതാ, കഷ്ടതയിൽ ആശ്വാസമാകുന്നതാ കർത്താവേ. നൂർന്ന ഹൃദയവുമായി ദൈവസന്നിധിയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടണമേ. ലോകമെമ്പാടും നടക്കുന്ന എല്ലാ പ്രാർത്ഥനകൾ, ആരാധനകള് അങ്ങയുടെ നാമമഹത്വമായി തീരേണമെന്ന് പ്രാർത്ഥിക്കുന്ന. ആരും ജഡത്തിൽ പ്രശംസിപ്പാനിടയാക്കല്ലേ കർത്താവ്. അങ്ങയുടെ സൗമ്യത വേണം ഞങ്ങളെ വലിയവനാക്കാൻ കർത്താവ്. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമമഹത്വമാകണമെന്ന് പ്രാർത്ഥിക്കുന്ന. കടഭാരത്താഞ്ഞിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഉണ്ണുവാനില്ലാതെ ഉടുക്കുവാനില്ല കിടപ്പാനിടമില്ലാതെ കൊണ്ട് ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ. ജോലി ചെയ്തിട്ട് ശമ്പളം ലഭിക്കാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. എന്റെ യേശുപ്പ വിദേശ രാജ്യങ്ങളിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന സകല കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ജോയലിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ വിടുതലുകൾക്കായി സ്തോത്രം. പൂർണ്ണ സൗഖ്യം, പൂർണ്ണ ആരോഗ്യം കൊടുത്ത് കർത്താവേ, ഊനമില്ലാത്തവനായവൻ പുറത്തു വരുവാനിടയാക്കണം. എഴുതാനെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. അവന്റെ തലച്ചോറിന്മേൽ അങ്ങ് കത്തിവെക്കണം കർത്താവ്. വൈദ്യശാസ്ത്രം കത്തിവെപ്പാൻ സമ്മതിക്കല്ലേ കർത്താവേ. അങ്ങയുടെ നാമത്തിന് വേണ്ടി തന്ന കുഞ്ഞ കർത്താവേ, അവനെ അങ്ങ് പണിഞ്ഞെടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന വിവിധ അവയവങ്ങളുടെ കേടുപാടുകൾ നിമിത്തം ഭാരത്തിലും പ്രയാസത്തിലും റേഡിയേഷനിലേക്ക് ഹീമോ ചെയ്യുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഹാർട്ട് പേഷ്യന്റ് എല്ലാം ഓർക്കുന്നു. കിഡ്നി പേഷ്യന്റ്, ലിവർ പേഷ്യന്റ് കർത്താവെ, ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളിൽ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. ഹൈവേ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, മറ്റ് കർത്താവെ ആന്തരിക അവയവങ്ങളുടെ കേടുപാടുകൾ നിമിത്തം ഭാരപ്പെടുന്നവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കണ്ണിന്റെ ചെവിയുടെയും മൂക്കിന്റെയും ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നവരുണ്ടപ്പോ. എന്റെ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന ഓരോ രോഗിക്കും വിടുതലായി തീരണം കർത്താവെ. മനുഷ്യൻ മണ്ണിൽ നിന്നുണ്ടായവൻ കഷ്ടസമ്പൂർണ്ണന കർത്താവെ. സിദ്ധത പ്രത്യാശ ഉളവാക്കുന്ന ആകയാൽ ഞങ്ങളുടെ കഷ്ടങ്ങൾ ഞങ്ങൾ പ്രശംസിക്കുന്നവരായി തീരുവാൻ കർത്താവെ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരായി തീരും. എന്റെ ദൈവം ഓരോപ്പകൾ നിലവിളിക്കുന്നതിന്റെ വ്രതമാണ് കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവരായ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ പേര് പറഞ്ഞു അല്ലാതെയും കർത്താവെ, ഇന്ന് രാത്രി രഹസ്യമായി പ്രാർത്ഥിച്ച് ദൈവത്തോട് ഹൃദയം കൊണ്ട് കരഞ്ഞതുപോലെ കരയുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന മക്കളില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. എന്റെ കർത്താവെ, എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ
മക്കളെയും കർത്താവിന്റെ പാദപ്പെടുത്തി ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. ഇന്ന് രാത്രി കാലത്തെ വചന ശുശ്രൂഷ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയദാസിയെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ഗ്രൂപ്പിനൊരു അനുഗ്രഹമാണല്ലോ എന്റെ മകൾ കുടുംബമായി കർത്താവേ. ദാസനായിരിക്കുന്ന മണ്ണിൽ കർത്താവ് നടക്കുന്ന എല്ലാ വേലകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനത്തിന്റെ ശക്തി കർത്താവ് ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും വായിക്കണമേ കർത്താവ്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശുന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെടുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് ഇന്ന് രാത്രി കാലം ഞങ്ങൾ ആ വചനം കേൾക്കുവാനുള്ള ഒരു ദാഹമുള്ളവരായി കർത്താവേ ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പറയുന്ന വായും കേൾക്കുന്ന ചെവി ഒരുപോലെ അനുഗ്രഹിക്കപ്പെടണം. ഇന്ന് രാത്രി അടിയനെ സമ്പൂർണമായി താഴ്ത്തുന്നു. അനവധിയായ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുടെ മുൻപിൽ പ്രാർത്ഥിക്കുവാനുണ്ട് കർത്താവ്. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ പാദപ്പെടുത്തി സ്തോത്രത്തോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. അടിയനെ സമ്പൂർണമായി താഴ്ത്തുന്ന എന്റെ ജീവിതത്തിന്റെ ഒരുപാട് നന്മയ്ക്കും അനുഗ്രഹത്തിനും ഇന്നത്തെ രാത്രി മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി തീരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് യാതൊരു മറുപടി തരണമെന്ന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. പ്രാർത്ഥിച്ച ഗ്രേസിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തന്നു മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ? ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമുക്ക് വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. അതിനായി നമ്മുടെ പ്രിയ സന്ധ്യ മനോജിനെ സ്നേഹത്തോടെ ആദരവോടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Praise the Lord. Praise the Lord. അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വൈകിയ സമയത്തും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അനേകരുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ഭാരങ്ങൾ, സഹിക്കവയ്യാത്ത കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ നന്മകൾക്കും എല്ലാ ഉപകാരങ്ങൾക്കും നടത്തിയ എല്ലാ വിധങ്ങൾക്കുമായി നമുക്ക് ഒരു പ്രാവശ്യവും കൂടെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. രാത്രി നമ്മെ സൂക്ഷിച്ചു, പകലിൽ നമ്മളെ പരിപാലിച്ചു. നമ്മുടെ കർത്താവിന്റെ വിശ്വസ്തത എത്ര വലുതാണ്. നമുക്കൊന്നിനും മുട്ടില്ലാതെ നമ്മളെ നടത്തി. കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് നമ്മുടെ അധരം തുറന്ന് ഹൃദയം തുറന്ന് നന്ദിയോടെ നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. സ്തുതികളിന്മേൽ അധിവസിക്കുന്ന ഒരു കർത്താവ്, സ്തുതിക്കുന്നവരോട് കൂടെ വസിക്കുന്ന ഒരു കർത്താവ്, ആ നല്ല കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, നന്ദിയോടെ സ്തോത്രം പറയാം. ലഭിച്ച നന്മകൾക്കൊത്തവണ്ണം കർത്താവിനെ സ്തുതിപ്പാൻ ഈ രാത്രിയിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നമുക്ക് ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി നാം നമ്മുടെ കർത്താവിനെ സ്തുതിക്കണം. കർത്താവ് നമുക്ക് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിനെ നാം സ്തോത്രം പറയണം. മരിച്ചവരും മൗനതയിലിറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനോടെ ഈ മരുഭൂമിയിൽ എന്നെയും നിങ്ങളെ കർത്താവ് ശേഷിപ്പിച്ചത് ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിപ്പാനാണ് എന്നുള്ളത് ഈ രാത്രിയിൽ ഞാൻ ഒരു പ്രാവശ്യവും കൂടെ ഓർപ്പിക്കട്ടെ. നാം അത് ചെയ്യുന്നില്ല എങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മളോട് കണക്ക് ചോദിക്കും. കർത്താവിന്റെ സന്നിധി നാം ചെല്ലുമ്പോൾ ലജ്ജിതരായി തീരാതിരിക്കണമെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്കൊത്തവണ്ണം കർത്താവിനെ ദിനം പ്രതി സ്തുതിക്കുന്നവരായിരിക്കണം. നന്ദിയുള്ള ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ നമുക്കൊരു ചെറിയ നന്മ ചെയ്താൽ ഒരു പരിചയമില്ലാത്തവർ നമ്മൾ അഡ്ജസ്റ്റ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ നമുക്ക് ഇരിക്കാൻ ഒരു സീറ്റ് ഒരല്പം അഡ്ജസ്റ്റ് ചെയ്ത് അവര് തന്നാൽ നാം നമ്മുടെ മനസ്സാക്ഷിയിൽ നിന്ന് താങ്ക്സ് പറയാറുണ്ട് അല്ലെ? അവരെ നമ്മൾ പിന്നൊരിക്കലും കാണണമെന്നില്ല, ആദ്യമായി കണ്ടതായിരിക്കാം. മാനുഷിക പരിഗണനയിൽ ആ വ്യക്തിയോട് നാം നന്ദി പറയുന്നുവെങ്കിൽ നമ്മുടെ ജീവൻ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വന്തം പ്രാണനെ കൊടുത്ത നമ്മുടെ അരുമനാഥനോട് നമുക്ക് എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കണം. നാം ആ നന്ദി കാണിക്കുന്നില്ല എങ്കിൽ, നാം ആ നന്ദി സ്തോത്രം എന്ന യാഗത്തിലൂടെ അർപ്പിക്കുന്നില്ല എങ്കിൽ ദൈവസന്നിധി ഞാനും നിങ്ങളെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇനി ഞാൻ ഈ ഗ്രൂപ്പിൽ അപരിചിതയല്ല,
ചില നാളുകളായിട്ട് നമ്മൾ ഒരുമിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്നു, ഒരുമിച്ച് അധ്വാനിക്കുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യട്ടെ, വലിയ പ്രവർത്തിക്കട്ടെ. ഒരുമിച്ച് നിന്നാൽ, ഒരുമിച്ച് ആർപ്പിട്ടാൽ കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രതിസന്ധികൾക്ക് വേണ്ടി അതിന്റെ മധ്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തിയെ നമുക്ക് ഒരുമിച്ച് കാണുവാൻ കഴിയും. ഈ രാത്രിയിലും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ. അവസരം തന്ന കർത്താവിന്റെ ദാസിയോടും എന്നെ ശ്രദ്ധയോടെ കേൾക്കുവാൻ വളരെ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന ദൈവജനത്തോടും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ആരംഭത്തിലെ അറിയിക്കട്ടെ. ഒരു പാട്ടിന്റെ 2 വരി പാടിയേച്ച് ദൈവവചന ചിന്തയിലേക്ക് കിടക്കാം. കാലത്തും മധ്യാനത്തും സന്ധ്യക്കേതു നേരത്തും, കാലത്തും മധ്യാനത്തും സന്ധ്യക്കേതു നേരത്തും സങ്കടം ബോധിപ്പിച്ചു ഞാൻ കരയും നേരത്തും, സങ്കടം ബോധിപ്പിച്ചു ഞാൻ കരയും നേരത്തും എൻ പ്രാർത്ഥനാ ശബ്ദം ദൈവം കേൾക്കുന്നു. എൻ യാചനകളെല്ലാം ദൈവം നൽകുന്നു. എൻ പ്രാർത്ഥനാ ശബ്ദം ദൈവം കേൾക്കുന്നു. എൻ യാചനകളെല്ലാം ദൈവം നൽകുന്നു. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി ഈ ജീവിത യാത്രയിൽ. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി ഈ ജീവിത യാത്രയിൽ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യവും കൂടെ ദൈവവചനവുമായി തിരുസന്നിധി നിൽപ്പാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായ സ്തോത്രം. അല്പനേരത്തെ ചിന്തയ്ക്കായി ഒരു കുറിവാക്യം നമുക്ക് ദൈവസന്നിധി വായിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം. വീഡിയോയിൽ കടന്നു വരുവാൻ സാഹചര്യമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും വീഡിയോയിൽ കടന്നു വരണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ആമേൻ. ഈ വചനം എല്ലാവർക്കും അറിയാവുന്നതാണ്. കാണാതെ അറിയുന്നവരുണ്ട്. ഈ വചനത്തെ കുറിച്ച് പ്രസംഗം കേട്ടിട്ടുള്ളവരുണ്ട്, പ്രസംഗിച്ചിട്ടുള്ളവരുണ്ട്. ചെറുപ്പം മുതലേ നാം കേട്ടിട്ടുള്ള ഒരു ദൈവവചനമാണ്. എന്നാൽ ഈ ദിവസങ്ങളില് എന്നെ ചിന്തിപ്പിച്ച ഇതിൽ നിന്നും ചില ആശയങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ, അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരണമെന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും, എന്നെ ആശ്വസിപ്പിക്കും, എന്നെ വിടുവിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഭാരത്തോടെ ഇരുന്ന വിഷയത്തിൽ, ഞാൻ പ്രയാസപ്പെട്ട വിഷയത്തിൽ കർത്താവ് എന്നോട് സംസാരിച്ച ഒരു ദൈവവചനമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അത് വിശ്വസിക്കുന്നു. ഇന്ന് ദൈവസന്നിധി തലകളെ വണക്കിയിരിക്കുന്ന, ശ്രദ്ധയോടെ ആയിരിക്കുന്ന 19 പേരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. ഈ ശബ്ദം കേൾക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി വ്യാപരിക്കും. സൗഖ്യം വേണ്ടുന്നിടത്ത് സൗഖ്യം പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിക്കേണ്ടിടത്ത് വിടുതൽ പ്രാപിപ്പാൻ, പാപമോചനം ലഭിക്കേണ്ടിടത്ത് പാപമോചനം ലഭിപ്പാൻ, പ്രിയപ്പെട്ടവരുടെ വിടുതൽ ആഗ്രഹിക്കുന്നവർക്ക് വിടുതൽ ലഭിപ്പാൻ, സഹോദരങ്ങളുടെ മാനസാന്തരം ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകുവാൻ, നമുക്ക് ഭാരമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്ന സകല വിഷയത്തിനും പരിഹാരം തരുന്ന ദൈവവചനവുമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുൻപിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. പ്രൈസ് ദി ലോർഡ്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നമ്മുടെ പ്രെയർ ഗ്രൂപ്പ് കർമ്മേൽ എന്നുള്ളതാണ്. കർമ്മേൽ പ്രെയർ സെന്റർ ആണ് നമ്മുടെ. കർമ്മേൽ എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഗോപുരമാണ്. നമ്മുടെ ലക്ഷ്യവും പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, എല്ലാവരും പറയുന്നത് പോലെ ഞാനും പറയട്ടെ, അതെന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. പ്രസംഗിക്കുന്നവരെ ലോകമറിയും, അല്ലെ?
ഞാൻ ഇന്ന് ദൈവവചനം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോ നിങ്ങൾ എല്ലാവരും സന്ധ്യ മനോജ് ഹരിപ്പാട് ദൈവവചനം ശുശ്രൂഷിക്കും. പക്ഷെ എന്നിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഈ ഗ്രൂപ്പിലുണ്ട്. അവരെ ഈ ലോകം ആരും അറിയുന്നില്ല, ഈ കാണുന്ന ഈ സൂം മീറ്റിംഗിൽ ആരും കാണുന്നില്ല. എന്നാൽ അവരെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. ലോകത്തിന്റെ പ്രശംസയ്ക്ക് വേണ്ടി പ്രസംഗിക്കുന്നവരെ അല്ല ആവശ്യം, ലോകജനത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവത്തിന് ആവശ്യം പ്രാർത്ഥിക്കുന്നവരെയാണ്. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ എന്നിലൂടെ നിങ്ങളിലൂടെ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത ആത്മീക ശുശ്രൂഷകൾ വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. നിശ്ചയമാണ്. പ്രസംഗിക്കുന്നവർ ചിലപ്പോ വാഗ്ചാതുര്യം കൊണ്ടും അവരുടെ അറിവ് കൊണ്ടും അവരുടെ പ്രാഗൽഭ്യം കൊണ്ടും ചിലത് പറയും. എന്നാൽ ഒരു പ്രാർത്ഥിക്കുവാൻ മുഴങ്കാൽ മടക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ പരിചയ സമ്പത്ത് കൊണ്ട് ഒരിക്കലും പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല. അവർ ചെയ്തു വരുന്നത് പോലെ അവർക്ക് ദിനവും ചെയ്യുവാൻ കഴിയുകയില്ല. അതിനകത്ത് ഒരാത്മീയത വെളിപ്പെട്ടു വരും, ഒരു പരിശുദ്ധാത്മ ശക്തി വെളിപ്പെട്ടു വരും, ഒരു ഉയർപ്പിന്റെ ശക്തി വെളിപ്പെട്ടു വരും. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് മറുപടിയുമായി നമ്മുടെ മധ്യത്തിൽ ദൂതനല്ല ഇറങ്ങിയിരിക്കുന്നത്, നമുക്ക് വേണ്ടി ജീവനെ തന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. അറയിൽ കയറി വാതിലടച്ച് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിപ്പിൻ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അറയിൽ കടക്കുക, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക, ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. അതെല്ലാം സത്യമാണ്, അതൊന്നും അല്ല എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. രഹസ്യ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്ന, രഹസ്യ പ്രാർത്ഥനയെ കുറിച്ച് പ്രസംഗിക്കുന്നവർ വാതോരാതെ പറയുന്ന ഒരു ദൈവവചനമാണ് നാം ഇപ്പോ വായിക്കുന്നത്. ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക്, ഒരാത്മീയ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അവന്റെ രഹസ്യ പ്രാർത്ഥനയാണ്. അങ്ങനെയല്ലേ? നമുക്ക് പരസ്യമായി പ്രാർത്ഥിക്കാൻ പറ്റാത്ത എത്രയോ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് അല്ലെ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നവരോട് പോലും പറയുവാൻ പറ്റാത്ത ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ആ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? തനിയെ ഇരുന്ന്, അത് മുറിയെന്നില്ല, ബാത്റൂം എന്നില്ല, എവിടെയാണോ അവിടെ പോയിരുന്ന് നാം ദൈവസന്നിധിയിൽ കരയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ തന്നിട്ടുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പല ദൈവിക പ്രവർത്തികളും വെളിപ്പെട്ടിട്ടുള്ളതാണ്. ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, രഹസ്യ പ്രാർത്ഥന ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പരസ്യമായി ചില ദൈവിക പ്രവർത്തികൾ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. രഹസ്യമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പരസ്യമായി ക്രിസ്തുവിനെ നമ്മളിലൂടെ വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. പ്രാർത്ഥിക്കാത്ത ഒരുവനിൽ ഒരിക്കലും ഒരു ആത്മീക ശുശ്രൂഷ വെളിപ്പെട്ടു വരികയില്ല. പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യൻ ചെയ്യുന്ന സകല ശുശ്രൂഷകളും ജഡത്തിന്റെ പ്രവൃത്തികളാണ്. എന്നാൽ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിക്കുന്നത് പൊതുജനം അറിയണമെന്നില്ല, നമ്മുടെ പ്രിയപ്പെട്ടവർ കേൾക്കണമെന്നില്ല, കൂടെ ഇരിക്കുന്ന നമ്മുടെ ഭർത്താവോ ഭാര്യയോ നമ്മുടെ കുഞ്ഞുങ്ങളോ അറിയണമെന്നില്ല. ഹൃദയത്തെ അറിയുന്ന ഒരു സ്വർഗം നമുക്കുണ്ട്. ആ സ്വർഗം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ചിന്തിപ്പിച്ചത്, അറ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. നമ്മളിപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആന്റിമാർ അനേക വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു, ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചു. പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഈ സമയത്ത് നാം കടന്നു പോകുന്നത് ഏതെല്ലാം ചിന്തകളാണോ, ആ ചിന്തയിലൂടെ എല്ലാം നമ്മുടെ ഹൃദയത്തെ, ആ വിഷയങ്ങളെ താലോലിച്ച് അതിനെ മറച്ചു വെച്ച് നാം പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ല.
നമ്മുടെ ഹൃദയത്തിൽ മറ്റന്യായ ചിന്തകളെ എല്ലാം മാറ്റിവെച്ചിട്ട് നാം ഏത് വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തെ മാത്രം ഏകാഗ്രതയോടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് മറ്റന്യ ചിന്തകളെ എല്ലാം മാറ്റി നമ്മുടെ വിഷയത്തിന്റെ മധ്യത്തിൽ വാതിലടച്ച് ഹൃദയത്തിന്റെ മറ്റ് അന്യായ ചിന്തകളെ ഈ ഹൃദയത്തിനുള്ളിൽ കയറാതെ വണ്ണം ഹൃദയത്തിന്റെ വാതിലിനെ അടച്ച് നാം ആ വിഷയത്തിന് വേണ്ടി ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതാണ് അറയിൽ കടക്കുക എന്ന് പറയുന്നത്. ഒരുപക്ഷെ അത് നാം തനിച്ചായിരിക്കാം, അല്ല നമ്മളോട് കൂടെ ഒരുപാട് പേരുണ്ടാകാം. ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ പലർ ചേർന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കാം. ഐക്യമത്യത്തോടെ പ്രാർത്ഥിച്ചാൽ, ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചാൽ, ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചാൽ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ കഴിയും. നാം പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് ഒരു വിഷയത്തിന് വേണ്ടി വാക്കുകളിലൂടെ നാം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയിൽ ഒരിക്കലും ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ല. പിന്നെയോ ഹൃദയമാകുന്ന കവാടത്തിന്റെ വാതിലുകളിലൂടെ അന്യചിന്തകൾ കയറാതെ വണ്ണം അതിനെ അടച്ച് ഏത് വിഷയത്തിന്റെ മേലാണോ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുവാൻ ഇരിക്കുന്നത് ആ വിഷയത്തിന്റെ മേൽ ഏകാഗ്രതയോടെ ഐക്യതയോടെ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിന്റെ മധ്യത്തിൽ മറുപടി കാണുവാൻ കഴിയും. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്ന കാര്യവും അതാണ്. രഹസ്യത്തിൽ അറയിൽ കടന്ന് വാതിലടച്ച് പിതാവിനോട് പ്രാർത്ഥിക്കുക. അറ നമ്മുടെ ഹൃദയത്തിന്റെ അറയാകുന്ന ഹൃദയത്തിന്റെ വാതിലിലൂടെ അന്യചിന്തകൾ കയറാതെ വണ്ണം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ ഏകാഗ്രത പൂണ്ട് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച ചില പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുൻപിൽ വരച്ചു കാണിച്ചിട്ട് ഞാൻ വേഗത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്നു കൊള്ളാം. നമുക്ക് വേഗത്തിൽ നമ്മുടെ ചിന്തകൾ പഴയ നിയമ പുസ്തകത്തിലേക്ക് കിടക്കാം. നമുക്ക് ഏലിയാവിനെയും ഏലീശായെയും ഒന്ന് എടുത്തു നോക്കാം. ഏലിയാവിന്റെയും ഏലീശായുടെയും സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം പ്രാരംഭത്തിൽ വായിക്കാം. 2 രാജാക്കന്മാർ 4-ാം അധ്യായം. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു. ഇതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളെ കുറിച്ച് ഒന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു. ഇതെന്താണ് എന്നുള്ളത് നമുക്കറിയാം. ഏലീശായുടെ അടുക്കൽ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ചെന്ന് ഏലീശയോട് നിലവിളിച്ച് വേദനയോടെ പറയുന്ന ഒരു കാര്യമാണ്, എന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചു. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാട്ടോ. നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. എത്ര പ്രാഗൽഭ്യമാണ് ആ സ്ത്രീയുടേതെന്ന് ഓർത്തു നോക്കിക്കേ. എത്ര പ്രാഗൽഭ്യത്തോടെ അവള് പറയുന്നത്, എലീശയെ നിന്റെ ദാസനായിരുന്നു എന്റെ ഭർത്താവ്. ആ ഭർത്താവിന്റെ വേറൊരു സ്വഭാവ ഗുണത്തെ കുറിച്ച് അവൾ എടുത്തു പറയുകയാണ്, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. പക്ഷെ അവൻ മരിച്ചുപോയി. കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് ഈ ഭൂമിയിൽ ഒത്തിരി ഒന്നും നേടുവാൻ എന്റെ ഭർത്താവിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് കടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ബാധ്യതകൾ പലതുണ്ട്. എന്റെ ഭർത്താവ് മരിച്ചുപോയി. മുൻപോട്ട് എനിക്ക് കടന്നു പോകുവാൻ ഒരു നിവൃത്തിയുമില്ല. കടക്കാർ വന്ന് എന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടു പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് മുൻപോട്ട് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ, എന്നെ രക്ഷിക്കണമേ, എന്റെ കുഞ്ഞുങ്ങളെ കടക്കാരുടെ കയ്യിൽ നിന്നും വിടുവിച്ചു തരണമേ എന്ന് ഒരമ്മയുടെ വേദനയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് കൊണ്ടുപോയി നോക്കിക്കേ. നാം ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മുൻപോട്ട് പോകുവാൻ ഒരു സ്റ്റെപ്പും വെക്കുവാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിൽ അവന്റെ മുൻപും പിൻപും, കഴിഞ്ഞ ദിവസം ഞാൻ മെസ്സേജിൽ പറഞ്ഞതുപോലെ, ജീവിതത്തിന്റെ എല്ലാ വഴികളും മുട്ടി
എന്ത് ചെയ്യണമെന്നുള്ള വളരെ വ്യാകുലത്തോടെ ആയിരിക്കുന്ന ആ സ്ത്രീയെ തന്റെ ഭർത്താവിന്റെ യജമാനനായ ഏലീശയുടെ അടുക്കൽ വന്ന് പ്രാഗൽഭ്യത്തോടെ പറയുകയാണ്, എന്റെ ഭർത്താവ് നിന്റെ ദാസനായിരുന്നു. മാത്രമല്ല, എന്റെ ഭർത്താവായ നിന്റെ ദാസൻ ഒരു യഹോവ ഭക്തനായിരുന്നു. ഇത് രണ്ടും ആയിരുന്ന എന്റെ ഭർത്താവ് മരിച്ചുപോയി. ആ ഭർത്താവിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഞങ്ങൾക്ക് മുൻപോട്ട് ജീവിക്കുവാൻ ഒരു നിവൃത്തിയുമില്ല. കടക്കാരന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടു പോകുന്നു. അതിനെനിക്കൊരു വഴി തുറന്നു തരണം. പ്രിയമുള്ളവരെ, ജീവിതം മുൻപോട്ട് എങ്ങനെ സ്റ്റെപ്പുകൾ വെക്കണമെന്ന് വ്യാകുലപ്പെട്ട നിരാശയോടെ വേദനയോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധി ഞാൻ യഹോവ ഭക്തനാണ്, ഞാൻ നിന്റെ ദാസനാണ്, ഞാൻ നിന്റെ ദാസിയാണ് എന്ന് പ്രാഗൽഭ്യത്തോടെ എനിക്കും നിങ്ങൾക്കും പറയുവാൻ കഴിയുമെങ്കിൽ, കർത്താവേ നിന്റെ പൈതലാണ് ഞാൻ, കർത്താവേ നിന്റെ വാക്കിന് ഞാൻ അനുസരിക്കുന്നവളാണ്, അങ്ങനെ ആയതുകൊണ്ട് എന്റെ ഈ പ്രതിസന്ധിയിൽ നിന്ന് നീ എന്നെ വിടുവിക്കണമേ എന്ന് പറയുവാനുള്ള അവകാശം, പ്രാഗൽഭ്യം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഇല്ല എങ്കിൽ നിശ്ചയമായും അവിടെ ദൈവപ്രവൃത്തി കാണുകയില്ല. നാം പ്രാർത്ഥിക്കുന്ന പല വിഷയത്തിനും മറുപടി ലഭിക്കാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഞാൻ അന്നും നിങ്ങളെ ഓർപ്പിച്ചതുപോലെ അവസ്ഥകളിന്മേൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്. മറന്നു പോകരുത്, തെറ്റിദ്ധരിക്കപ്പെടരുത്. നമ്മൾ കരഞ്ഞു കാണിക്കുമ്പോൾ നമ്മുടെ കരച്ചിൽ മാത്രം കണ്ടിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്. പിന്നെയോ വ്യവസ്ഥയോടെ നിൽക്കുന്നവരുടെ അവസ്ഥകൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അല്ലേ? നിങ്ങൾക്കതിൽ സംശയമുണ്ടോ? വ്യവസ്ഥയില്ലാതെ നിൽക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന കർത്താവ് കേൾക്കുകയില്ല. ദൈവവചനം അതാണ് പറയുന്നത്. കർത്താവ് പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നത്? മറ്റൊരുവന് നിങ്ങളോട് എന്തെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ യാഗം കഴിക്കുന്നതിന് മുൻപ് യാഗവസ്തു അവിടെ വെച്ചിട്ട് അവരോട് പോയി ക്ഷമ ചോദിച്ച് നിരപ്പ് പ്രാപിച്ചു വന്ന് നിങ്ങൾ യാഗം കഴിപ്പിക്കും. അങ്ങനല്ലേ ദൈവവചനം പറയുന്നത്? അതൊരു വ്യവസ്ഥയാണ്. അവസ്ഥകൾ പലതും നമുക്ക് പറയാനുണ്ടാവാം. കർത്താവേ ഞാൻ അങ്ങനായിരുന്നു, ഞാൻ ഇങ്ങനായിരുന്നു. കർത്താവ് പറയുന്നത്, യഹോവയായ ദൈവം വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം പരിശോധിച്ചാൽ അവസ്ഥകൾ മാത്രം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല. പിന്നെയോ വ്യവസ്ഥയോടെ നിൽക്കുന്നവരുടെ അവസ്ഥകൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ ദൈവം. ആ വ്യവസ്ഥ വെച്ചാണ് ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യ പറയുന്നത്, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു, അതുകൊണ്ട് എന്റെ ഭർത്താവ് മരിച്ചുപോയി, ഞങ്ങൾക്ക് ഒരുപാട് കടമുണ്ട്, എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് മുൻപോട്ട് ജീവിക്കുവാനുള്ള വഴി അങ്ങ് പറഞ്ഞു തരണം. ക്രിസ്തീയ ജീവിതത്തിൽ ഈ മരുഭൂ പ്രയാണത്തിൽ നമുക്ക് മുൻപോട്ട് പോകണമെങ്കിൽ നമ്മുടെ അരുമനാഥന്റെ വാക്കുകൾ, നമ്മുടെ അരുമനാഥന്റെ ഉപദേശം, നമ്മുടെ അരുമനാഥന്റെ ഇഷ്ടം എന്ത് എന്ന് നാം തിരിച്ചറിയണം. ആ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ടൊരു സ്റ്റെപ്പ് വെക്കുവാൻ കഴിയുകയുള്ളൂ. ഏലീശ ഈ യഹോവ ഭക്തനായ പുരുഷന്റെ ഭാര്യയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ പക്കൽ എന്തുണ്ട്? പ്രവാചകനായ ഏലീശായിക്ക് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടേക്കാം, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടേക്കാം. പക്ഷെ ഏലീശ ആ സ്ത്രീയോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഓക്കെ നീ പറഞ്ഞതൊക്കെ സത്യമാണ്, ഞാൻ അത് അംഗീകരിക്കുന്നു, എന്റെ ദാസനാണ് നിന്റെ ഭർത്താവ്, മാത്രവുമല്ല അവൻ യഹോവ ഭക്തനുമായിരുന്നു, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എനിക്ക് അതൊന്നുമല്ല അറിയേണ്ടത്, ഇപ്പോൾ നിന്റെ പക്കൽ എന്തുണ്ട്? നിന്റെ പക്കൽ എന്തുണ്ട്? എന്റെയും നിങ്ങളുടെയും പക്കൽ എന്തുണ്ടോ അതിനെ വർദ്ധിപ്പിച്ചു തന്ന ദൈവനാമ മഹത്വം എടുക്കുവാനാണ് ദൈവത്തിന്റെ പദ്ധതി. നമ്മളിൽ ചില താലന്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഗ്രേസി ആന്റി സങ്കീർത്തനത്തിൽ നിന്ന് പ്രബോധിപ്പിച്ചപ്പോ പറഞ്ഞു, എനിക്കതിന് വലിയ പ്രാഗൽഭ്യമൊന്നുമില്ല, എങ്കിലും മറ്റാരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാണ് ആന്റി സങ്കീർത്തനം പ്രബോധിപ്പിച്ചത്. കർത്താവ് തരുന്ന താലന്തുകൾ, നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കണം. കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ പക്കൽ എന്തുണ്ട്? മോനിഷി ആന്റി, കർത്താവ് ഈ രാത്രിയിൽ നമ്മളോട് ചോദിക്കുന്നു, നിന്റെ പക്കൽ എന്തുണ്ട്? ഒന്നുമില്ലാതെയായി ഈ ഭൂമിയിൽ ആരെയും കർത്താവ് സൃഷ്ടിച്ചിട്ടില്ല.
പക്ഷേ നമ്മളിൽ തന്നിരിക്കുന്ന താലന്തിനെ വ്യാപാരം ചെയ്യുവാൻ ഞാനും നിങ്ങളും മനസ്സ് കാണിച്ചില്ലെങ്കിൽ ദുഷ്ട എന്നുള്ള വിളി കേൾക്കുമെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഞാനും നിങ്ങളും മറക്കരുത്. നമ്മൾ ഈ ഭൂമിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറുതും വലുതുമായ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെയും നിങ്ങളെ യോഗ്യരാക്കിയിട്ടുണ്ടെങ്കിൽ ചിലത് നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് തിരിച്ചറിയുകയും അതിനെ വ്യാപാരം ചെയ്യുവാൻ മനസ്സ് കാണിക്കുകയും ചെയ്യും. 5 താലന്ത് കൊടുത്തവൻ 5 കൂടി വ്യാപാരം ചെയ്തു. 2 കൊടുത്തവൻ 2 കൂടി വ്യാപാരം ചെയ്തു. 1 കൊടുത്തവൻ എന്താ പറയാ, അസൂയ കാരണം ആ 1 കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഈ രാത്രിയിൽ ഞാൻ ഇത് പറയണമെന്ന് പ്രതീക്ഷിച്ചു വന്നതല്ല, എന്തോ എന്റെ ഉള്ളിൽ അങ്ങനെ കടന്നു വന്നു. ഈ രാത്രിയിൽ എനിക്കൊരു കഴിവുമില്ല, എന്നെ കൊണ്ട് ഇത് കഴിയുകയില്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് മറ്റുള്ളവരെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരെല്ലാം ഇങ്ങനെ പ്രസംഗിക്കുന്നു, മറ്റുള്ളവരെല്ലാം ഇങ്ങനെ ലീഡ് ചെയ്യുന്നു, മറ്റുള്ളവരൊക്കെ കണ്ടോ ഇങ്ങനെ പാട്ട് പാടുന്നു, എനിക്ക് മാത്രം പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്തയോടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. നിങ്ങളിൽ ചിലത് കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രിയ അമ്മച്ചിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് എന്നിൽ ദൈവം തന്നിട്ടില്ല. പ്രിയ അലക്സ് ബ്രദറിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് ഒരിക്കലും ഗ്രേസി ആന്റിൽ ഏൽപ്പിച്ചിട്ടില്ല. അത് ബ്രദറിലൂടെ മാത്രമേ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുകയുള്ളൂ. എന്റെ ഹസ്ബൻഡ് ചെയ്യുന്നത് പോലുള്ള ദൈവിക പ്രവർത്തികൾ അദ്ദേഹത്തിന് മാത്രമേ ചെയ്യുവാൻ പറ്റുകയുള്ളൂ. അദ്ദേഹത്തെയാണ് ദൈവം അതിനെ കണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടെയും വ്യത്യസ്തമായ താളന്തോളോടെയുമാണ് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം ആരും നിസ്സാരക്കാരല്ല. ഈ രാത്രിയിൽ കർത്താവ് എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവ് ചോദിക്കുന്ന കാര്യമുണ്ട്, നിന്റെ പക്കൽ എന്തു? കർത്താവ് തന്നിട്ടുള്ളതിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ, എന്റെ പക്കൽ ഇതുണ്ട് കർത്താവേ എന്ന് പറയുവാൻ ഈ രാത്രിയിൽ മനസ്സ് കാണിച്ചാൽ അവിടെ വലിയൊരു ദൈവിക മഹത്വം വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ സ്ത്രീയോട് എലീശ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ പക്കൽ എന്തുണ്ട്? ആ സ്ത്രീ വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട്, എന്റെ പക്കൽ 1 ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. 1 ഭരണി എണ്ണയല്ലാതെ ഒന്നുമില്ല. മറ്റു ചോദ്യങ്ങളോ മറ്റുത്തരങ്ങളോ ഒന്നും പറയാതെ എലീശ അതിന് മറുപടിയായി പറയുന്ന വാക്യമാണ് നാം ഇവിടെ വായിച്ചത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്തും മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. നമ്മുടെ പക്കൽ എന്താണ് ഉള്ളത് എന്ന് തിരിച്ചറിയുകയും ആ ഉള്ളതിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയും അതിനെ വ്യാപാരം ചെയ്യുവാൻ, അതായത് അവരുടെ പക്കൽ 1 ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ, മറ്റ് കാലിയായ ഭരണികളെ ശേഖരിക്കേണ്ടത് അവളുടെ ഉത്തരവാദിത്തം. എത്ര കാലി ഭരണി വേണമെങ്കിലും ഒരുക്കിയെടുക്കാം, എത്രത്തോളം വേണമെങ്കിലും എണ്ണ തരാം. അവൾക്ക് എന്തോരം കടബാധ്യതയുണ്ടോ അത് മുഴുവൻ വീട്ടുവാൻ കർത്താവ് റെഡിയാണ്. നമ്മുടെ പ്രശ്നങ്ങളും അങ്ങനെ, എത്ര മല പോലുള്ള പ്രശ്നമാണെങ്കിലും ഭാരമേറിയ പ്രശ്നങ്ങളാണെങ്കിലും ഒരിക്കലും എന്നിൽ നിന്ന് ഒഴിവാകുകയില്ലെന്ന് ചിന്തിക്കുന്ന വിഷയമാണെങ്കിലും ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നിലുള്ള എണ്ണ പകരുവാൻ നീ തയ്യാറായാൽ നിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമായി നിൽക്കുന്ന പ്രശ്നത്തെ ഉരുക്കി മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. പക്ഷെ അതിനൊരൊറ്റ കണ്ടീഷനാണ്, നമ്മുടെ പക്കൽ എന്താണോ ഉള്ളത് അത് അവന്റെ പക്കൽ ഏൽപ്പിക്കണം, സമ്മതിക്കണം. 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്ന ഒരു ബാലൻ, ഓർത്തു നോക്കിക്കേ, ആ ബാലൻ എത്ര ദൈവകൃപയുള്ള ഒരു ബാലനായതുകൊണ്ടാണ്. ഒരുപക്ഷെ ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അത് കിട്ടിയത് മുഴുവൻ ഇത് എന്റെ അമ്മ തന്നതാ എന്ന് പറഞ്ഞ് അവൻ എടുത്തുകൊണ്ട് പോകും. പക്ഷെ ആ കുഞ്ഞിന്റെ ഒരു നല്ല സ്വഭാവത്തെ ഒന്ന് നോക്കിക്കേ. ആ 5 അപ്പവും 2 മീനും ആ ബാലൻ ചോദിച്ചവരുടെ കയ്യിൽ കൊടുത്തു. ആ കൊടുത്തവർ യേശുവിന്റെ കയ്യിൽ കൊണ്ടെത്തിച്ചു. യേശു ക്രിസ്തുവിന്റെ കയ്യിൽ എത്തിച്ചപ്പോൾ അത് വാഴ്ത്തി നുറുക്കി അത് എത്രത്തോളം സമൃദ്ധിയായി തീർന്നു എന്നൊന്ന് ഓർത്തു നോക്കിക്കേ. ഈ സ്ത്രീയുടെ പക്കൽ ഉണ്ടായിരുന്ന 1 ഭരണി എണ്ണ അവൾ എടുത്തു. അതിനെ ഈ പ്രവാചകനോട് പറഞ്ഞു, എന്റെ പക്കൽ ഇതാണ് ഉള്ളത്. ഈ പ്രവാചകൻ സ്ത്രീയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീയും നിന്റെ മക്കളും വാതിലടച്ച്
കാലിയായ പാത്രങ്ങളിൽ എണ്ണകളെ പകർന്ന് നിറയ്ക്കുക, വേണ്ടുവോളം നിറയ്ക്കുക, വേണ്ടുവോളം നിറയ്ക്കുക. പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. പ്രിയമുള്ളവരെ, പലപ്പോഴും എന്റെയും നിങ്ങളുടെയും അനുഗ്രഹത്തിന് തടസ്സം നമ്മുടെ അനുസരണക്കേടല്ലേ? അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ഈ സ്ത്രീ പറഞ്ഞില്ല, എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു, എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ ദാസനായിരുന്നു, നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയുന്നത്? നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ചെയ്താൽ പോരെ എന്ന് ആ സ്ത്രീ പറഞ്ഞു. എന്താണോ പ്രവാചകനായ ഏലീശ പറഞ്ഞത് അതിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ പ്രവാചകന്റെ ഏലീശായുടെ ദാസനായ ആ പുരുഷന്റെ ഭാര്യ സ്വയമായി സമ്മതിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയും. വാതിലടച്ച് അവൾ ആ എണ്ണ പകർന്നു, കാലിയായ പാത്രങ്ങൾ നിറച്ചു, അവളുടെ കടങ്ങൾ മുഴുവൻ വീട്ടി, കടക്കാരുടെ കയ്യിൽ നിന്നും തന്റെ മക്കളെ രക്ഷിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാരമേറിയ വിഷയത്തിന്റെ മുൻപിൽ, നമ്മളെ വേദനപ്പെടുത്തുന്ന വിഷയത്തിന്റെ മുൻപിൽ നാം മനം കലങ്ങാതെ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ ആ വിഷയത്തെ വളരെ ഏകാഗ്രതയോടെ ഏൽപ്പിക്കുന്നുവെങ്കിൽ കർത്താവ് അതിന്റെ മധ്യത്തിൽ വലിയവ ചെയ്യും, വലിയവ ചെയ്യും, നിശ്ചയമായി വലിയവ ചെയ്യും. വീണ്ടും നാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏലീശ കൂടെ ആ വഴിയെ കടന്നു പോകുമ്പോ ഒരു ശൂനേംകാരിക്ക് തനിക്ക് വേണ്ടി പാർക്കുവാൻ ഒരു പാർപ്പിടമുണ്ടാക്കി. ആ ശൂനേംകാരിയുടെ മകൻ, അത് എന്നെ ചിന്തിപ്പിച്ചപ്പോൾ ഈ 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് നാം നോക്കുമ്പോൾ അത് കാണുവാൻ കഴിയും. 33-ാം വാക്യത്തിൽ അത് പറയുന്നു. 28 തൊട്ട് താഴോട്ട് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും. അവൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, മക്കളില്ലായിരുന്നു, ധനാഢ്യനാണ്. ഈ ലോകപരമായി അവർക്ക് വളരെ സമ്പത്തുണ്ട്. പക്ഷെ അവരെ വേദനിപ്പിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് തലമുറകളില്ലായിരുന്നു. പക്ഷെ പ്രവാചകനോട് തന്റെ ഭാരം അവൾ പറഞ്ഞില്ല എങ്കിലും പ്രവാചകൻ അവളുടെ വേദന അറിഞ്ഞ് അവൾക്കൊരു തലമുറയെ, വാഗ്ദത്ത സന്തതിയെ കൊടുക്കുവാൻ അതിടയായിരുന്നു. യഹോവ കൊടുത്ത വാഗ്ദത്ത സന്തതിയെ തന്നെ അവളുടെ കയ്യിൽ നിന്നും ആ കുഞ്ഞു മരിക്കുവാനായിട്ടിടയായിരുന്നു. ആ മാതാവ് വളരെ വേദനയോടെ ഏലീശയെ വിവരമറിയിച്ചു. ഏലീശ കടന്നു വരുന്നതിന് മുൻപേ ആ കുഞ്ഞു മരിച്ചു. ഏലീശ കിടക്കുന്ന, ചുരുക്കമായി ഞാൻ പറയട്ടെ, ഏലീശ കിടക്കുന്ന കട്ടിലിന്റെ മുകളിൽ ആ കുഞ്ഞിനെ കൊണ്ടുകിടത്തി ഈ സ്വന്തം അമ്മ, ഈ കുഞ്ഞിന്റെ അമ്മ പോലും പുറത്തു നിന്നിട്ട് ഏലീശയും ഈ കുഞ്ഞും മാത്രം ഒരു മുറിക്കകത്തു കയറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം നാം വായിച്ചിട്ടുണ്ടെങ്കിൽ, താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ഏലീശ ആദ്യമേ പ്രവാചകൻ തന്റെ ദാസനായ ഭക്തനായ മനുഷ്യന്റെ ഭാര്യയുടെ അപേക്ഷയുടെ മുഖത്ത് എങ്ങനെയാണോ പ്രവർത്തിച്ചത് ആ പ്രവൃത്തി ആയിരുന്നില്ല ഇവിടെ പ്രവർത്തിച്ചത്. അവിടെ തന്നോടും തന്റെ മക്കളോടും വാതിലടച്ച് കയ്യിലുള്ളത് പകരുവാൻ പറഞ്ഞപ്പോൾ, ഇവിടെ പറയുന്ന ശൂനേംകാരിയുടെ മകൻ മരിച്ചു കിടന്നപ്പോൾ അവളുടെ മരിച്ച കുഞ്ഞിനെ പ്രവാചകന്റെ കട്ടിലിൽ കിടത്തിയപ്പോൾ പ്രവാചകനും മരിച്ച കുഞ്ഞും മാത്രം അകത്തു കിടന്ന് ആ കുഞ്ഞിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഏലീശയെ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതിസന്ധിയിൽ, നമ്മുടെ വേദനയിൽ, നമ്മുടെ ദുഃഖത്തിൽ നമ്മെ തനിച്ചാക്കിയിട്ട് പോകുന്ന ഒരു ദൈവമല്ല. നാം അറയിൽ കടന്ന് രഹസ്യത്തിൽ കേൾക്കുന്ന നമ്മുടെ പിതാവിനോട് നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നുവെങ്കിൽ അതിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഏലിയാവിന്റെ ജീവിതത്തിലേക്ക് നാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏലീശയുടെ ജീവിതത്തിൽ ഏലീശ ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നുവെങ്കിൽ, ഏലിയാവിനെ കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ 18-ാം അധ്യായത്തിൽ ഏലിയാവ് പ്രാർത്ഥിച്ച 2 പ്രാർത്ഥനകളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യത്തെ പ്രാർത്ഥന നാം നോക്കുമ്പോൾ അത് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിന്റെ 30 തൊട്ട് താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ 36-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം.
ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്ത് ചെന്നു, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബ് ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളെയൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്ന് ഇന്ന് വെളിപ്പെടുമാറാകട്ടെ, എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ യഹോവ. നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ. ഈ പ്രാർത്ഥന ഞാൻ ചുരുക്കി പറഞ്ഞ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇതിനകത്ത് ഏലിയാവ് ആരാണെന്നും ഏലിയാവിന്റെ ദൈവം ആരാണെന്നും ഏലിയാവിന്റെ ദൈവത്തിലൂടെ ഏലിയാവ് ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നും തന്റെ മുമ്പിൽ നിൽക്കുന്ന ജനം അറിയണം. അതായിരുന്നു ഏലിയാവിന്റെ ആവശ്യം. പ്രിയമുള്ളവരെ, ഈ അന്ത്യകാലത്തിൽ നമ്മുടെയും ആവശ്യവും ആഗ്രഹവും അതായിരിക്കണം. ഞാൻ ആരാണെന്നും ഞാൻ സേവിക്കുന്ന ദൈവം ആരാണെന്നും ഞാൻ സേവിക്കുന്ന ദൈവത്തിലൂടെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നും നമ്മുടെ സമൂഹം അറിയണം, ഈ ലോകം അറിയണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കഴിയും. ഏലിയാവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ചില ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവനൊരു വലിയ വെല്ലുവിളിയുടെ മുൻപിലാണ് നിൽക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതവും വെല്ലുവിളിയുടെ മുൻപിലാണ്. നമ്മെ വെല്ലുവിളിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുൻപിലാണ് നാം നിൽക്കുന്നത്. എന്നാൽ പ്രാർത്ഥിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ, മനസ്സ് കാണിച്ചാൽ, ദൈവവുമായി സംസാരിക്കുവാൻ, ദൈവവുമായി ഒരു അഭേദ്യ ബന്ധം സ്ഥാപിപ്പാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ, എന്റെ ദൈവം ആരാണെന്നും എന്റെ ദൈവത്തിലൂടെ എന്നിലൂടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് ഈ ജനം കാണേണ്ടതിനും ഒരു ക്രമീകരണത്തിൽ ക്രിസ്തീയ ജീവിതം ഞാനും നിങ്ങളും പടുത്തുയർത്തിയാൽ, നിശ്ചയമായി ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ തന്റെ യാഗപീഠത്തിന്മേൽ ഇതുവരെ സംഭവിക്കാത്ത ദൈവിക പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായ ഒരു പുതിയ പ്രവൃത്തി ഈ അന്ത്യകാലത്തിൽ നടക്കും. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ കാർമേൽ പ്രയർ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരെയും ഒരുക്കിയെടുക്കും. അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ അവസ്ഥകളെ ചൊല്ലി നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളെ മൂടി വെക്കുന്നവരെ ആയിട്ടല്ല, പ്രാഗൽഭ്യത്തോടെ എനിക്കും നിങ്ങൾക്ക് ലഭിച്ച താലന്തിനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് അതിനെ വ്യാപാരം ചെയ്യുവാൻ ഒരു നല്ല മനസ്സ് കാണിച്ചാൽ അവരെ കർത്താവ് ഉപയോഗിക്കും. നിശ്ചയമായിട്ടും ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന മാനവ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്നെയും നിങ്ങളെയും ഉപയോഗിക്കുന്ന കാര്യം നാം മറന്നു പോകരുത്. കർത്താവിന്റെ പ്രവൃത്തി എന്നിലൂടെയും നിങ്ങളിലൂടെയും വെളിപ്പെടണം. അതിന് നാം ക്രമീകരിക്കപ്പെടണം. അതിനായി നാം ഒരുക്കപ്പെടണം. അതിനായി നാം നമ്മെ തന്നെ സമർപ്പിക്കണം. ഏലിയാവ് ചെയ്ത ഒരു കാര്യമുണ്ട്. നിശ്ചയമായിട്ടും ഏലിയാവിന്റെ സകലതും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ഏലിയാവ് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവയായ ദൈവമേ, ഞാൻ ഇതിലൊന്നുമല്ല, എനിക്കിതൊന്നും ചെയ്യില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ എന്റെ ദൈവമാണെന്ന്. യഹോവയായ ദൈവം ഏലിയാവിന്റെ ദൈവമാണെന്നും യഹോവയായ ദൈവത്തിലൂടെ ഏലിയാവാകുന്ന ഞാൻ ചില പ്രവൃത്തികൾ ഇവിടെ ചെയ്യുന്നുണ്ട് എന്നും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനം അറിയേണ്ടതിന് ഈ യാഗപീഠത്തിന്റെ മേൽ തീ ഇറങ്ങണം. ഒരിക്കലും തീ ഇറങ്ങുവാൻ പാടില്ലാത്ത രീതിയിൽ അവിടെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും പ്രാർത്ഥിക്കുന്ന ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ പ്രവർത്തിപ്പാൻ കഴിയാത്ത സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നത് കാണും. പ്രിയമുള്ളവരെ, പ്രസംഗിക്കുന്നവരുടെ പ്രസംഗത്തിൽ ദൈവശക്തി വെളിപ്പെടാതിരുന്നാലും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ പ്രവർത്തിപ്പാതിരിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയുകയില്ല, നമ്മുടെ കർത്താവിന് കഴിയുകയില്ല. നമ്മുടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമാണ്. നമ്മൾക്ക് വിശ്വസിക്കണം. നമ്മുടെ പക്കൽ ഉള്ളത് ദൈവസന്നിധിയിൽ നാം സമർപ്പിക്കണം. തീർച്ചയായും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിന്റെ
അവസാന ഭാഗത്തിലേക്ക് നാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഏലിയാവ് വേറൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് കാണുവാൻ കഴിയും. ഈ ഒരു ചിന്ത എന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരുപാട് ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. ഇത് ചിന്തിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം കൂടെ ഞാൻ പറയാം. ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ ഒരു കർത്താവിന്റെ ദാസനുണ്ട്. ലോകപരമായി അദ്ദേഹത്തിന് തലമുറകളില്ല. പലപ്പോഴും അദ്ദേഹം വളരെ പ്രയാസപ്പെടാറുണ്ട്. ഈ ലോകത്തിൽ അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല. അദ്ദേഹത്തിന് ആകെയുള്ളത് ഒരു രോഗിയായ ഒരു ഭാര്യയാണ്. വളരെ ആത്മാർത്ഥതയോടെ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആരാലും അറിയപ്പെടാത്തവരെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ. കുടകിന്റെ പ്രദേശത്ത് ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ച അനേക ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുന്നു. ആ കുടകിന്റെ പ്രദേശത്ത് നമുക്ക് മലയാളികൾക്കോ ദൈവ വേലയോടുള്ള ബന്ധത്തിലോ അവിടെ കയറുവാൻ ഒരു സാധ്യതയുമില്ല. പക്ഷെ ഈ കർത്താവിന്റെ ദാസൻ ഫോണിലൂടെയും അവരെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ആ കർത്താവിന്റെ ദാസന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് ദൈവവചനം പഠിപ്പിച്ച് പ്രാർത്ഥിച്ച് ആരാധിപ്പിച്ച് അവരെ അതിനു വേണ്ടി ട്രെയിൻ ചെയ്ത് അവരുടെ നാട്ടിൽ പോയി സുവിശേഷം പറഞ്ഞ് അനേകരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് ഉപയോഗിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ 8 പേരെ സ്നാനപ്പെടുത്തി. കുടകിലെ ഒരു സഹോദരനെ എഴുത്തും വായനയും ഇല്ലാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത, നാം ഇന്ന് കാണുന്ന സൗന്ദര്യമോ സമ്പൽ സമൃദ്ധിയോ ഒന്നുമില്ലാത്ത, മുൻപിൽ ജീവിക്കുവാൻ ഒരു പ്രതീക്ഷയുമില്ലാത്ത അവരെ ദൈവം ഉപയോഗിച്ചത് എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ആ കർത്താവിന്റെ ദാസൻ പരിശീലിപ്പിച്ചത് പ്രകാരം അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ദൈവദാസനാക്കി ദൈവവചനം പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കൈക്കീഴിൽ 8 പേരെ സ്നാനപ്പെടുത്തുവാനിടയായി. ഇത് എനിക്ക് ഈ വീഡിയോയും ഫോട്ടോയും ഷെയർ ചെയ്തപ്പോൾ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ ജീവിതത്തിൽ ഇതേ ഉള്ളൂ സന്തോഷം. എനിക്ക് ഈ ലോകത്തിൽ ഒരു തലമുറയില്ല. മറ്റെന്തോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആ ഒരു ചിന്ത, അദ്ദേഹം പറഞ്ഞ ചിന്ത എന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് അലട്ടി. മാനുഷികമായി നാം ചിന്തിച്ചു നോക്കിക്കേ, ഈ ലോകത്തിൽ നമുക്കെല്ലാം ഭാരമുള്ള ഒരു വിഷയമാണ് ഒരു തലമുറയില്ലെങ്കിൽ. ഞാൻ അത് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു. ഞാനും എന്റെ ഹസ്ബൻഡും തമ്മിൽ സംസാര വിഷയം ഉണ്ടാകുന്ന എപ്പോഴും ഉള്ളൊരു കാര്യം എന്നറിയാമോ? ഏറ്റവും കൂടുതൽ ഒരു ദിവസം കോൾ ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരുമാണ്. ഞങ്ങൾ കോൾ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ചോദിക്കുന്നത് കുഞ്ഞുങ്ങൾ എന്തിയേ. ഒരിക്കൽ പോലും താൻ എന്തിയേ, താൻ എന്തോ ചെയ്യുവാന്ന് എന്നോട് ചോദിക്കാറില്ല. ആ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഒരു അപ്പന്റെ ആഗ്രഹം, ആ ഒരു പ്രതീക്ഷ, ആ ഒരു സ്നേഹം, അപ്പൊ അതില്ലാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കിക്കേ. കർത്താവ് നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. കർത്താവിന്റെ പദ്ധതി ഒന്നും നിഷ്ഫലമല്ല. കർത്താവിന് എന്ത് കാര്യത്തിലും ഒരു വലിയ പ്ലാൻ ഉണ്ട്. ഞാൻ ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോ ഒരപ്പന് കുഞ്ഞുങ്ങളോടുള്ള ഒരു സ്നേഹത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ വന്നു. ഇദ്ദേഹം പറഞ്ഞതും എന്റെ ഓർമ്മയിലിരുന്ന് ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്റെ ഉള്ളിൽ കടന്നു വന്ന ഒരു ദൈവത്തിന്റെ വചനമാണ് ഈ ഏലിയാവിന്റെ ഈ പ്രാർത്ഥന. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഏലിയാവിന്റെ പ്രാർത്ഥന. ഞാൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ അധ്വാന ഫലം മുഴുവനും ദൈവവേലയ്ക്ക് വേണ്ടി കുടകിലെ ഈ ജനത്തിനു വേണ്ടി അദ്ദേഹം ചെലവഴിക്കുകയാണ്. അദ്ദേഹം ഒന്നും സമ്പാദിക്കാറില്ല. സമ്പാദിക്കുന്നത് മുഴുവൻ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നു. ആ അധ്വാന ഫലത്തിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം അതെന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച ഒരു കാര്യമാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഈ ഏലിയാവ് എന്താണ് ചെയ്തത്? മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? തലയെ മുഴങ്കാലുകൾക്കിടയിൽ വെച്ച് ഒന്നല്ല രണ്ടല്ല 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. 7 പ്രാവശ്യം. ഇവിടെ മെഡിക്കൽ ഫീൽഡിലുള്ളവർ പലരുണ്ടാകാം. ഗ്രേസി ആന്റി പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നേഴ്സുമാരെ കുറിച്ചും ശുശ്രൂഷകളെ കുറിച്ചും ഒക്കെ വളരെ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. എന്താണ്? ആന്റിയുടെ ഫീൽഡ് ആയതുകൊണ്ടാണ്. ആ ഒരു സാഹചര്യം അതെങ്ങനെയുള്ളതാണ് എന്ന് ആന്റിക്ക് അറിയാവുന്നതാണ്. ആന്റി ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മളെല്ലാവരും ലേഡീസ് ആണ് ഇതിനകത്ത് ഭൂരിപക്ഷം. ഒരു പ്രസവ വേദന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു മാനസികവും ശാരീരികവുമാകുന്ന ഒരു സംഘർഷത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരുപക്ഷെ ഇപ്പൊ നമ്മൾ ആരും ചിന്തിച്ചാൽ അത് മനസ്സിലാകത്തില്ല. കാരണം അത് കഴിഞ്ഞുപോയി. അത് ദൈവത്തിന്റെ ഒരു വലിയ പ്ലാൻ ആണ്. അത് നമ്മളെ മറപ്പിക്കുക എന്നുള്ളത്. പക്ഷെ പ്രഗ്നന്റ് ആയ ഒരു സഹോദരിയെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളിലേക്ക് തിരിഞ്ഞ് ഓർക്കാറുണ്ട്, അല്ലെ? നമ്മൾ പെട്ടെന്ന് അത് ഓർക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഏലിയാവ് ഒരു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
മഴയ്ക്ക് വേണ്ടി അല്ല ഏലിയാവ് പ്രാർത്ഥിച്ചത്, ഒരു ആത്മീയ സന്തതിയെ പ്രസവിക്കുവാൻ വേണ്ടിയാണ് അവൻ പ്രാർത്ഥിച്ചത്. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അത് വിശ്വസിക്കുന്നു. മഴ പെയ്തു 7 പ്രാവശ്യം മുഴങ്കാലുകൾക്കിടയിൽ തലവെച്ച് പ്രാർത്ഥിച്ച ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ ഫലമായി മഴ പെയ്തു. മഴ പെയ്തു കഴിഞ്ഞപ്പോഴാണ് കൃഷി ചെയ്യുവാനായി ഏലീശ രംഗപ്രവേശനം ചെയ്തത്. ഏലീശയുടെ കൃഷി ചെയ്യുവാനായി ഏലീശ ഇറങ്ങി പ്രവർത്തിച്ചപ്പോഴാണ് ഏലിയാവ് ആ വഴി കടന്നു വരികയും ഏലിയാവിന്റെ ശിഷ്യനായി ഏലീശയെ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. പ്രിയമുള്ളവരെ, ആ തലയെ മുഴങ്കാലുകൾക്കിടയിൽ വെച്ച് ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ച ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരാത്മീക സന്തതിയെ ഉരുവാക്കുവാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് അതാണ്. ജഡത്തിലെ സന്തതികളെ പെറ്റുപെരുകി പാപത്തിലേക്ക് തള്ളിവിടുന്നതിനേക്കാൾ ആത്മീക സന്തതികൾക്ക് ജന്മം നൽകി പ്രസവിച്ച് വേദനയോടെ പ്രസവിച്ച് അവർ ദൈവവേലയിൽ സമ്പന്നരായി തീരുന്നത് കാണുമ്പോൾ സ്വർഗം സന്തോഷിക്കും, സ്വർഗം നമ്മെയും സന്തോഷിപ്പിക്കും. ഏലിയാവ് മുഴങ്കാലുകൾക്കിടയിൽ തലവെച്ച് പ്രസവ വേദനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ പ്രസവത്തിങ്കിൽ ഒരു ആത്മീക സന്തതിയെ ഉരുവാക്കുവാൻ കഴിഞ്ഞു എങ്കിൽ, പ്രിയമുള്ളവരെ, കർമ്മേലിലായിരിക്കുന്ന പ്രയർ ഗ്രൂപ്പിലുള്ള സ്നേഹിതരെ, ഈ നാളുകളിൽ ഞാനും നിങ്ങളും ഹൃദയമാകുന്ന കവാടത്തിൽ അന്യചിന്തകളെ മാറ്റിക്കളഞ്ഞ് ആത്മഭാരത്തോടെ ആത്മീക സന്തതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മനസ്സ് കാണിച്ചാൽ, വേദനയോടെ പ്രാർത്ഥിക്കുവാൻ നാം ഒരുങ്ങിയാൽ, ഈ നാളുകളിൽ ചില ആത്മീക സന്തതികളെ പ്രസവിക്കുവാൻ ഇടയായിത്തീരും. ഈ ലോകത്തിൽ നാം എന്തു നേടി എന്നുള്ളത് കർത്താവ് ചോദിക്കത്തില്ല. നീ വീട് വെച്ചോ, നിനക്ക് എത്ര മക്കളുണ്ട്, നീ എന്തൊക്കെ ചെയ്തു എന്ന് കർത്താവ് വിഷയമല്ല. തന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ കുറുകിപ്പോകാതെ വണ്ണം, നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. യേശു കർത്താവും അത് തന്നെയല്ലേ ചെയ്തത്? തന്റെ ശിഷ്യന്മാരെല്ലാവരുമായി ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അവരിൽ നിന്ന് 3 പേരായി പ്രാർത്ഥിച്ചു. അത് അവസാനമായി തനിയെ ഇരുന്ന് പ്രാർത്ഥിച്ചു. തന്റെ തനിയെ ഇരുന്ന പ്രാർത്ഥനയുടെ ഫലമാണ് വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി ചൊരിഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ്, പ്രിയമുള്ള സ്നേഹിതരെ, ഞാനും നിങ്ങളും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ രഹസ്യ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് അഭിമാനിക്കുന്ന ക്രിസ്ത്യാനി എന്ന്, പെന്തക്കോസ്തുകാരെന്ന്, ദൈവ പൈതലെന്ന്, ആത്മീക സന്തതി എന്ന്, അങ്ങനെ വിവിധമാകുന്ന പേരുകളിൽ അഭിമാനത്തോടെ നാം കാണുന്ന ഞാനും നിങ്ങളും നമ്മുടെ ക്രിസ്തുവിന്റെ രഹസ്യ പ്രാർത്ഥനയിലൂടെ പ്രസവിച്ച ആത്മീക സന്തതികളാണ് എന്നുള്ളത് മറന്നു പോകരുത്. നമ്മുടെ മാതൃകാ പുരുഷൻ ക്രിസ്തുവാണ്. ക്രിസ്തു നമുക്ക് കാണിച്ചു വെച്ചിട്ടുള്ള മാതൃകയിൽ നിന്ന് നാം വ്യതിചലിക്കരുത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് മടങ്ങി വരാം. പ്രാർത്ഥന, നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, പക്ഷെ കർത്താവ് നമ്മുടെ ജൽപ്പനങ്ങളല്ല ആഗ്രഹിക്കുന്നത്. പിന്നെയോ ഹൃദയത്തിൽ കടന്നു വരുന്ന അന്യ ചിന്തകളുടെ കവാടങ്ങളെ അടച്ച് മാറ്റിക്കളഞ്ഞ് നമ്മുടെ വിഷയങ്ങളെ ഏകാഗ്രതയോടെ ഒരാത്മിക സന്തതികളെ പ്രസവിപ്പിക്കുന്ന വേദനയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കടന്നു വന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ സമയം ഒരു കഥയും കൂടെ മാത്രം പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നോളാം. ഡോക്ടർ അബ്ദുൽ കലാം എഴുതിയ ഒരു പുസ്തകത്തില് വേറൊരാള് പറഞ്ഞതാണ്. ഞാൻ കേട്ടപ്പോൾ അത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ഹാർട്ടിന്റെ ഒരു ഡോക്ടറായിരുന്നു, ലോകപ്രശസ്തനായ ഒരു ഡോക്ടർ. ആ ഡോക്ടറിന്റെ മുൻപിൽ 12 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് കടന്നു. ആ പെൺകുട്ടി കടന്നു വന്നു. അതിന്റെ അമ്മയുണ്ട്. ആ കുട്ടിയുടെ രോഗവിവരങ്ങളെല്ലാം അമ്മ പറഞ്ഞു. അപ്പൊ ഡോക്ടർ രോഗവിവരങ്ങളെല്ലാം അറിഞ്ഞേച്ച്, ഓക്കെ, ഇത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം, കുഴപ്പമില്ല, പേടിക്കണ്ട. ഈ കുഞ്ഞ് വളരെ പ്രതീക്ഷയോടെ, ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ ഈ ഡോക്ടറെ ഇങ്ങനെ നോക്കി. അപ്പൊ ഡോക്ടറെ ഇങ്ങനെ നോക്കിയപ്പം ഡോക്ടർ ചോദിച്ചു, മോൻ എന്താ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? അപ്പൊ മോള് പറഞ്ഞു, ഒന്നുമില്ല. അപ്പൊ ഡോക്ടർ പിന്നെയും ചോദിച്ചു, എന്താ
മോള് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ എത്ര ആയിരങ്ങളെയോ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളതാ, എത്ര ഓപ്പറേഷനുകൾ ഇതേ കേസുകൾ നടത്തിയിട്ടുള്ളതാ. മോക്ക് ഒരു കുഴപ്പവും വരത്തില്ല, മോള് ധൈര്യമായിട്ടിരിക്കുക. അപ്പൊ ഈ കൊച്ചു ഒന്നുകൂടി ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോ എന്ന് പറഞ്ഞ ഈ കൊച്ചിനെ തലോടിയേച്ച് ഈ കുഞ്ഞു ചോദിച്ചു, ഡോക്ടറുകളെ എന്റെ ഹൃദയമല്ലേ കീറി മുറിക്കാൻ പോകുന്നേ? അപ്പൊ ഡോക്ടർ പറഞ്ഞ അതേ മോനെ, ഹൃദയമാ കീറി മുറിക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഡോക്ടറുകളെ എനിക്കൊരു സന്തോഷമുണ്ട്. മോൻ പറഞ്ഞാട്ടെ. അപ്പം ഈ പെൺകുഞ്ഞു പറഞ്ഞു, അപ്പോ ഹൃദയം മുറിക്കുമ്പോ എന്റെ ഹൃദയത്തിനകത്ത് ഒരാളുണ്ട്, ആ ആളെ അങ്കിളിന് കാണും. അതാരാ? അപ്പൊ ഡോക്ടർ ഈ കുഞ്ഞു പറഞ്ഞു, എന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള യേശു കർത്താവ് ഹൃദയത്തിലുണ്ടെന്നാ അമ്മ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്റെ ഹൃദയം കീറി മുറിക്കുമ്പോൾ യേശു കർത്താവിനെ ഡോക്ടർ അങ്കിളിന് കാണും. വിദ്യാസമ്പന്നനും അറിവിൽ പ്രഗത്ഭനുമായി ഈ ഡോക്ടറിന് 12 വയസ്സുള്ള ഈ കുഞ്ഞു പറയുന്ന കേട്ടപ്പോ ഒരു തമാശയായിട്ട് പോലും തോന്നിയില്ല. അദ്ദേഹത്തിന് ദേഷ്യം. അദ്ദേഹം വളരെ ഗൗരവത്തോടെ ആ കൊച്ചിനെ നോക്കിയേച്ച് ആ കുഞ്ഞിന്റെ അടുത്തുനിന്ന് കടന്നുപോയി. ഓപ്പറേഷന്റെ ദിവസം വന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നു. ഓപ്പറേഷൻ ചെയ്തു. ഏകദേശം 80% ഓപ്പറേഷൻ പൂർത്തീകരണത്തിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് ഹാർട്ടിലേക്ക് വരുന്നതായ രക്തം നിന്നു. ഓപ്പറേഷൻ സക്സസ് ആകത്തില്ല എന്ന് ഈ ഡോക്ടറിന് മനസ്സിലായി. ഡോക്ടറിന് വളരെ ഭാരം തോന്നി, വളരെ പ്രയാസം തോന്നി. ഒരു നിമിഷം ഈ കുഞ്ഞ് പറഞ്ഞത് ഈ ഡോക്ടറിന്റെ ഉള്ളിൽ വന്നു. ഡോക്ടർ ആ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെ മറ്റ് സഹായിക്കുവാനുള്ള ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാവരും ഉണ്ട്. ഒരു നിമിഷം ഈ ഡോക്ടർ കണ്ണടച്ചു നിന്ന് ഇങ്ങനെ പറയുവാനായിട്ട് ഇടയെത്തുന്നു, ഈ കുഞ്ഞ് എന്നോട് പറഞ്ഞ അവളുടെ അമ്മ പറഞ്ഞു കൊടുത്ത യേശു കർത്താവ് ഈ കുഞ്ഞിന്റെ ഹൃദയത്തിലുണ്ട് എങ്കിൽ ഈ ഓപ്പറേഷൻ പൂർത്തീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഈ ഡോക്ടർ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ നിന്ന് മനസ്സ് പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ അറിയില്ല. ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കൂടെ നിന്ന സഹ ഡോക്ടേഴ്സ് പറഞ്ഞു, ഡോക്ടറെ ഇതേ ബ്ലഡ് വന്നു. പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ സക്സസ് ആയി. വിജയകരമായി ഓപ്പറേഷൻ പൂർത്തീകരിച്ചു. ആ കുഞ്ഞിനെ ജീവനോടെ രക്ഷിപ്പാൻ കർത്താവ് സഹായിച്ചു. ആ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ കുഞ്ഞിന് ബോധം വീണു. കുഞ്ഞുമായിട്ട് സംസാരിച്ചപ്പോൾ ആദ്യം ഡോക്ടർ ആ കുഞ്ഞിനോട് പറഞ്ഞത്, മോനെ നീ പറഞ്ഞത് സത്യമാണ്. നിന്റെ അമ്മ പറഞ്ഞ നിന്റെ ഹൃദയത്തിലെ യേശു കർത്താവിനെ ഞാൻ കണ്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിലുള്ള യേശു കർത്താവിനെ അനേകർക്ക് കാണിച്ചു കൊടുക്കുവാൻ പലർ പറഞ്ഞതല്ലേ നമ്മുടെ ഹൃദയത്തിലും യേശു കർത്താവ്. ആ പെൺകുഞ്ഞിന്റെ അമ്മ പറഞ്ഞു കൊടുത്തതാണ് യേശു കർത്താവ്. ആ കുഞ്ഞിന്റെ ഹൃദയത്തിലുള്ള യേശു കർത്താവിനെ ആ ഡോക്ടർ കാണുവാനിടയായി. അങ്ങനെയെങ്കിൽ ഈ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, നമ്മുടെ കുറിവാക്യത്തിൽ വായിച്ച വചനപ്രകാരം, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം കാണും. അറ എന്ന് പറയുന്നത് ഹൃദയമാണ്. ആ ഹൃദയത്തിൽ ക്രിസ്തുവിനെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നാമുമായി സഹകരിക്കുന്നവർ, നമ്മെ കാണുന്നവർ, നാം സംസാരിക്കുന്നവർ നിശ്ചയമായി നമ്മുടെ ഹൃദയത്തിലുള്ള യേശു കർത്താവിനെ കാണും. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു. ആ പെൺകുഞ്ഞിന്റെ ഹൃദയത്തിലുള്ള ക്രിസ്തുവിനെ ആ ഡോക്ടർക്ക് കാണുവാൻ കഴിഞ്ഞുവെങ്കിൽ എന്നിലുള്ള ക്രിസ്തുവിനെ, നിങ്ങളിലുള്ള ക്രിസ്തുവിനെ എന്റെ സമൂഹം കാണുവാൻ, നിങ്ങളുടെ സമൂഹം കാണുവാൻ ഈ കാലഘട്ടത്തിൽ ഇടയായി തീരട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയുടെ ചങ്ങലകൾ അറ്റുപോകാതെ വണ്ണം കരങ്ങളോട് കരങ്ങൾ കോർത്ത് അന്യചിന്തകളെ മാറ്റി ഏകാഗ്രതയോടെ വിഷയത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കി ആത്മീക സന്തതികളെ പ്രസവിക്കേണ്ടതിനു വേണ്ടി ഞാനും നിങ്ങളും ഒരുങ്ങി മരുഭൂ പ്രയാണം കഴിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകട്ടെ. യേശു കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെയും ദൈവവചനം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവസ്നേഹത്തിലുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. അവസരം തന്ന കർത്താവിന്റെ ദാസിയോടുള്ള നന്ദിയെ അറിയിക്കുന്നു. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എന്ന് ഓർക്കുന്നു. എനിക്കൊന്നു മാത്രമേ ആഗ്രഹമുള്ളൂ. 2 ആൺകുഞ്ഞുങ്ങളാണ്. അവർ ക്രിസ്തുവിൽ പ്രസിദ്ധരായി തീരണം. അവർ ക്രിസ്തുവിനെ അറിയണം. ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തുവിന് വേണ്ടി വേർതിരിയപ്പെട്ട ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ തലമുറയാണ്
കൊച്ചുമക്കളാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പിതാക്കന്മാരുടെ ദൈവം എന്റെയും ദൈവമെന്ന് പറയുവാൻ എന്റെ കുഞ്ഞുങ്ങളെ അതിനായി ഒരുക്കേണ്ടതിന് വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവസരം തന്ന ദൈവദാസിയോടും കേട്ടിരുന്ന ദൈവജനത്തോടും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. മാറാനാഥ. അമീൻ അമീൻ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട വളരെ ശുശ്രൂഷ നടത്തിയ സന്ധ്യ മനോജ് സിസ്റ്ററിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹരിപ്പാടിന്റെ മണ്ണിൽ അനേക ദേവി ദേവന്മാരുടെ മണ്ണിൽ നിന്ന് കർത്താവ് കുടുംബത്തെ എഴുന്നേൽപ്പിച്ചല്ലോ. ഇനി അനേക മക്കള് നമ്മുടെ ദേശത്ത് നിന്നും കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിലുമുണ്ട് അനേകം പേര് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് കടന്നു വരുവാൻ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. കർത്താവ് അത് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശീർവാദം പറഞ്ഞാട്ടെ. ഹരി ബ്രദർ ഉണ്ടോ ഇല്ലേ? മനോജ് ഹരിയെ ഞാൻ പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. അലക്സങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്നതേ ഉള്ളൂ ബ്രദറെ. പ്രാർത്ഥിക്കണം അവന് വേണ്ടിട്ട്. അവനൊരു ഹരിപ്പാടുകാരൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിലൂടെ അതിവാത്സല്യമായ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ, വീണ്ടും ഒരിക്കൽ കൂടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കേൾപ്പിച്ച നല്ല ദൈവിക നിയോഗത്തിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയമാകുന്ന കവാടം അങ്ങയ്ക്ക് വേണ്ടി തുറന്നു തരുവാൻ ഞങ്ങളിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് കെട്ടുപണിയായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്ന ദേശത്തെ, കുടുംബത്തെ, കർത്താവ് ജോലി മേഖലകളിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളെക്കാളും അധികമായി കർത്താവിനെ സ്നേഹിച്ച് ഞങ്ങളുടെ ഹൃദയമാകുന്ന അങ്ങയുടെ പെട്ടകം തുറക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിൽ ക്രിസ്തു അനുദിനം വളരുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദൈവം ഞങ്ങളുടെയും ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് തിരുവചനത്തിലൂടെ കേൾപ്പാൻ സഹായിച്ചല്ലോ. ഞങ്ങളുടെ ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരായി യേശു കർത്താവിനെ വെളിപ്പെടുത്തുന്നവരായി തീരുവാൻ തക്കണം ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക നിയോഗത്തോടെ അങ്ങേൽപ്പിക്കുന്ന രാജ്യങ്ങളിലേക്ക്, അങ്ങേൽപ്പിക്കുന്ന പ്രദേശങ്ങളിലേക്കെല്ലാം ഞങ്ങൾ യാത്ര ചെയ്ത് ക്രിസ്തുവിന്റെ നല്ല സന്ദേശകരായിരിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ അപ്പ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ അങ്ങ് ചെയ്യുകയും ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കർത്താവ് രക്ഷയുടെ അനുഭവത്തിൽ നടത്തിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. അവരെ കുടുംബങ്ങളെ എല്ലാം ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രഥമമായി ലീഡ് ചെയ്ത ആന്റിക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. സ്വർഗം ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. പാട്ടുപാടി സഹായിച്ച പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം ആ കുടുംബത്തിൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ നടുവിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യണമേ. സ്വർഗീയ സാന്നിധ്യത്തിന്റെ തണലിൽ ഞങ്ങളെ ഇരുത്തിയല്ലോ. കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം, ചലിക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ കിടക്കുന്ന ദൈവിക നിയോഗങ്ങൾ, ദൈവിക കൃപാവരങ്ങൾ അങ്ങയുടെ രാജ്യത്തിന്റെ വിസ്തൃതിക്കായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ എടുത്ത് അങ്ങ് ഉപയോഗിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ, തെറ്റുകുറ്റങ്ങളെല്ലാം കർത്താവെ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് അതെല്ലാം കർത്താവിന്റെ വരങ്കിൽ എടുക്കപ്പെടുന്നതായി തീരുപ്പാൻ അനേക പേരെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. ശുശ്രൂഷിപ്പാൻ ഒരുമിച്ച് ഞങ്ങളെ സഹായിച്ചല്ലോ. സ്വർഗം അത്ഭുതം ചെയ്യണമേ കർത്താവെ. ഈ കർമ്മേൽപ്പേരനെ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന്റെ വീരയോദ്ധാക്കളായിരിക്കാൻ, പ്രാർത്ഥനാ സഹായികളായിരിക്കാൻ, അത്ഭുതം പ്രവർത്തിക്കുന്ന ഏലിയാവന്മാരായിരിക്കാൻ, ഏലിശമാരെ നിർമ്മിപ്പാൻ തക്കവണ്ണം ദൈവകൃപ ഓരോ വ്യക്തികളിലും അങ്ങ് ചലിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തങ്ങൾ ചലിക്കുന്ന വർഷമായിരിക്കാൻ ഈ 2025 ഞങ്ങൾ അനുഗ്രഹിച്ച് ഓരോ കുടുംബങ്ങളിലുള്ള മെമ്പേഴ്സിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തം നിറവേറുന്ന വർഷമായിരിക്കാൻ, ദിവസങ്ങളായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. സ്വർഗവത്ഭവം ചെയ്യണം. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗവത്ഭവം. രക്ഷയുടെ അനുഭവത്തിൽ വരാത്തവർക്കായി സ്തോത്രം. സ്നാനപ്പെടേണ്ടവർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യണമേ. കർത്താവ് നിലനിർത്തണമേ. കർത്താവ് വീണ്ടും കണ്ടുമുട്ടതിന്റെയും ഇമ്മാനുവേലിന്റെ ചിറകടിയിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യണമേ. എല്ലാ കാര്യങ്ങളും വിശ്വസ്ത പ്രാപിപ്പാൻ തക്കോണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിയോടെ നിയോഗിക്കുന്നതിനാല സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാ ഏക ദൈവത്തിന്റെ സാന്നിധ്യവും നമ്മൾ ഓരോരുത്തരിലോടും പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിന്റെയും നടുവിൽ എല്ലാ മീറ്റിങ്ങുകളിലും ഇതുവരെയും പങ്കെടുത്ത എല്ലാവരുടെയും കുടുംബങ്ങളോടും കൂടെ കർത്താവിന്റെ രണ്ടാം വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവെ വരയണമേ. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. വീണ്ടും കണ്ടുമുട്ടും വരെയും കർത്താവ് നമ്മെ പരിപാലിക്കട്ടെ. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിച്ച് കർത്താവിൽ വലിയ കാര്യങ്ങൾ ചെയ്യാം. മാറാനാഥ. ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു. God bless you all. Good night all. Thank you everybody. Thank you. നാളെ കാണുന്നവരെയും കർത്താവ് തന്റെ ചിറകടി സൂക്ഷിക്കട്ടെ, മറയ്ക്കട്ടെ, പരിപാലിക്കട്ടെ. ശുഭരാത്രി.